ഹായ് മക്കളെ, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എവിടെ ഒരു എനർജി പോരല്ല. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, മിസ്സിനെ പരിചയമുള്ള എത്ര പേരുണ്ട്? ആദ്യം മിസ് അതൊന്ന് ചോദിക്കട്ടെ, എത്ര പേർക്ക് മിസ്സിനെ പരിചയമുണ്ട്? യെസ്, പരിചയമുള്ള കുറെ പേര് വേവ് ചെയ്യുന്നുണ്ട്. പരിചയമില്ലാത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുകളിലോട്ട് വന്നേ, മിസ് ഒന്ന് കാണട്ടെ. മിസ്സിനെ പരിചയമില്ലാത്ത എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ്. യെസ് 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 ഈ ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ പിടിക്കണം കേട്ടോ സാറേ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മിസ്സിനെ പരിചയമില്ലാത്തതുകൊണ്ട് പിടിക്കണതല്ല, വേറൊരു കാര്യമുണ്ട്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും കൂടി വേണ്ടി പറയാം. മിസ്സിന്റെ പേര് അനഘ എന്നാണ്. മക്കൾക്ക് ഇംഗ്ലീഷ് എടുക്കുന്ന മിസ്സാണ് കേട്ടോ. ഈ ഹാൻഡ് റൈസ് ചെയ്തവർ അവിടെ തന്നെ ഇരിക്കണം കേട്ടോ, ഇറങ്ങി പോകരുത്. ഹാൻഡ് റൈസ് ചെയ്ത് മാറ്റി കളയും ചെയ്യരുത് കേട്ടോ. ഓക്കെ, നമുക്കപ്പോ പ്രെയർ എടുത്തോണ്ട് തുടങ്ങാം അല്ലേ സാറേ? യെസ്, നമുക്ക് പ്രെയർ എടുത്തോണ്ട് തുടങ്ങാം. ഓക്കെ, ഓൾ സെറ്റ് ആണ് പഠിക്കാൻ റെഡി. ഈ ഹാൻഡ് റൈസ് ചെയ്തിരുന്നവരോടൊക്കെ ഞാൻ സെറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. ഈ ഹാൻഡ് റൈസ് ചെയ്ത ടീംസിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ യൂണിറ്റ് 1 ടെസ്റ്റ് പാടൊന്നും കേട്ടില്ലേ? റെക്കോർഡഡ് ക്ലാസ് ഒന്നും കേട്ടില്ലേ മക്കളെ? നിങ്ങൾ എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കാം. നിങ്ങൾ കേട്ടില്ലേടാ? നോക്കട്ടെ, ഒരാളെ വിളിച്ച റെക്കോർഡ് ഹാൻഡ് റൈസ് ചെയ്തിരുന്ന ഒരാളെ ഒന്ന് പിക്ക് ചെയ്ത് തന്നെ. എനിക്ക് ഒരാളെ വേണം. ആര് വേണം? പ്രാർത്ഥനനെ പിടിക്കാം നമുക്ക്. പ്രാർത്ഥന കാര്യമായിട്ട് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ. പ്രാർത്ഥന, ഗുഡ് ആഫ്റ്റർനൂൺ. എവിടെ റെക്കോർഡ് വീഡിയോ കേട്ടിരുന്നോ? കേട്ടു, എന്നിട്ട് കണ്ടില്ലേ എന്നെ? ഓയ്യോടാ, എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു അല്ലെ. ലൈവ് ക്ലാസ്സിൽ പരിചയം ഉണ്ടോന്നാണെന്ന് ആലോചിച്ചത് അല്ലേ, അല്ലാണ്ട് റെക്കോർഡിൽ പരിചയമില്ല എന്നെ. ഞാൻ അങ്ങനെയും കൂടി പിടിക്കാനിരിക്കായിരുന്നു. ഞാൻ എത്ര പേര് ക്ലാസ് കാണുന്നുണ്ട് ഇല്ല എന്നൊന്നും അറിയണ്ടേ നമുക്ക് അല്ലെ? പ്രാർത്ഥനയ്ക്കപ്പം എന്നെ അറിയാം, ലൈവില് കാണാത്ത പ്രശ്നമേ ഉള്ളൂ. സാരല്ല, പോട്ടെ. അടുത്തൊരാളെയും കൂടി വിളിച്ചു സാറേ, ഇനി ലൈവ് കാണാത്ത ഇനി അത് പറയൂട്ടാ. ഇനി അതൊരു എക്സ്ക്യൂസസ് ആയിട്ട് എടുക്കും അല്ലെ? പ്രാർത്ഥനയുടെ സെയിം എക്സ്ക്യൂസസ് ഉണ്ടാ? ശ്രേയ ക്ലാസ് കാണാറുണ്ടോ? അങ്ങോട്ടായില്ല. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ക്ലാസ് കണ്ടിരുന്നോ? അപ്പൊ എന്നെ പരിചയമില്ലേ? കണ്ടില്ല. അപ്പൊ എന്താണോ ചെയ്തപ്പോ ക്ലാസ് കണ്ണടച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കേട്ട്? അങ്ങനെയല്ല, പിന്നെ എങ്ങനെ കേട്ടപ്പോ ഓർമ്മ വന്നില്ല? 3-4 ചാപ്റ്റർ എടുത്തിട്ട് ഓർമ്മ വന്നില്ലേ? എനിക്ക് ആ ക്ലാസ് കേട്ടത് സംശയമുണ്ട്. അതും ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു, ഹാഫ് എ ഡേയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മള്. എന്നിട്ടാണ് ശരി സമ്മതിച്ചു. നമുക്ക് പൊക്കാം. ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് പൊക്കാം. ഓക്കെ, ഇടേന്ന് വിളിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതായിരിക്കും? ഗസ്സിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഓൾറെഡി മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സും കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിരുന്ന ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളുണ്ട്, നമുക്ക് വിളിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സാറേ, നമുക്ക് കാണിച്ചോണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്? ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ. ആരുടെയാണ് ഈ ചാപ്റ്റർ? ഇതാ ഫോട്ടോ എടുത്തോണ്ടല്ലോ. ആരാണിത്? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ. എപ്പോഴും അറിയാത്തവരാരുണ്ടാവില്ലല്ലോ. പൈസ വേണം അല്ലെ, നോട്ടിന്റെ ഒക്കെ ഫോട്ടോയിലുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് കിട്ടിയതൊക്കെ ആളാണല്ലേ. അപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്റർ ഓൾറെഡി കേട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്നുള്ളത് നമുക്ക് ക്ലാസ്സിന്റെ ഇടയിൽ നമുക്ക് കണ്ടു എന്ന് പറയുന്ന കുറെ പേരുണ്ട്, വേവ് ചെയ്യുന്നുണ്ട് കുറെ പേര്. കണ്ടില്ല എന്ന് പറയുന്ന കുറെ പേരുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കണ്ടതും കേട്ടതും എന്നൊക്കെ നോക്കാം. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഡ്രീംസ് എന്ന് വെച്ചാൽ എന്താ? സ്വപ്നം എന്നാണ് അല്ലെ, സ്വപ്നാണ്. റിയലൈസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? സാക്ഷാത്കാരാണ് അല്ലെ. ഡ്രീംസ് സാക്ഷാത്കരിച്ച, സ്വപ്നം എന്തോ സാക്ഷാത്കരിച്ച കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആരുടെ സ്വപ്നമാണ് നമുക്ക് ഇവിടെ സാക്ഷാത്കരിക്കുന്നുണ്ടാവുക? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ആയിരിക്കും. അപ്പൊ ഗാന്ധിയുടെ സ്വപ്നം എന്തായിരുന്നു, എന്തൊക്കെയാണ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപ് ഇത് എഴുതിയിട്ടുള്ള ആളെ കുറിച്ച് നമുക്കൊന്ന് നോക്കി വരാം. സാർ, ഇത് ആരാണ് എഴുതിയെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, ആരാണ് ഇത്? മഹാദേവ് ദേശായി എന്ന് പറയുന്ന റൈറ്റർ ആണ് ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വണ്ടർഫുൾ ചാപ്റ്റർ. വണ്ടർഫുൾ ആണോ എന്ന് കേറണം, നോക്കാം നമുക്ക്. വണ്ടർഫുൾ ചാപ്റ്റർ നമുക്ക് എഴുതിയിട്ടുള്ളത് അല്ലെ. മഹാദേവ് ദേശായിയെ കുറിച്ച് നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറച്ച് നാൾ മുൻപ് വരെ, കുറച്ച് ഇയേഴ്സ് മുൻപ് വരെയും സ്ഥിരമായിട്ട് പ്രൊഫൈൽ റൈറ്റിംഗ് നമ്മുടെ 9ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അധികം കാണാറില്ല. അതുകൊണ്ട് ഇക്കൊല്ലം തൊട്ട് വീണ്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ മക്കൾ കാണാപ്പാടൊന്നും നമ്മൾ ഓതറിനെ കുറിച്ച് പഠിച്ചു വെക്കേണ്ട, കാരണം പ്രൊഫൈൽ റൈറ്റിംഗ് നമുക്കറിയാം, ഹിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ടാകും. ആദ്യം നമുക്ക് എടുത്തെഴുതിയാൽ മതിയെന്ന്. പക്ഷെ ഹിന്റുകൾ മാത്രം എടുത്തെഴുതിയാൽ നമുക്ക് ഫുള്ള് കിട്ടില്ല. അപ്പൊ ഫുള്ള് കിട്ടാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടി പഠിച്ചു വെക്കണം. അപ്പൊ ആരാണ് മഹാദേവ് ദേശായി? അദ്ദേഹം 1892 ജനിച്ചു, 1942 മരിച്ചു. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം എന്താണ്? മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. ആയിരുന്നു പറയുന്നത്? നമ്മുടെ
മഹാദേവ് ദേശായി എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? സൂററ്റിലാണ് ജനിച്ചത് അല്ലെ. സൂററ്റിൽ 1892 ജനിച്ചു അല്ലെ. ജാനുവരി 1 ജനിച്ചത്. ഹിസ് ഫുൾ നെയിം, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? മഹാദേവ് ഹരിഭായ് ദേശായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ നെയിം എന്ന് പറയുന്നത്. He was an independent activist. അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് ആണ്, സ്കോളർ ആണ്, റൈറ്റർ ആണ്. 3 ഓർത്ത് വെക്കണേ. ആക്ടിവിസ്റ്റ് ആണ്, സ്കോളർ ആണ്, റൈറ്റർ ആണ്. അദ്ദേഹത്തെ കുറിച്ച് ബാക്കി ഇനി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെ ലാംഗ്വേജിലാണുള്ളത്? ഗുജറാത്തിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ബംഗാളിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇംഗ്ലീഷിലും അദ്ദേഹം ഒരുപാട് വർക്കുകൾ, ഔട്ട്സ്റ്റാൻഡിംഗ് വർക്കുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗാന്ധിജിയുടെ പല വർക്കുകൾക്കും അദ്ദേഹം കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ വർക്കാണ് ഗാന്ധിജിയുടെ ഏതൊക്കെ വർക്കിലേക്കാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ലൈക്ക് യങ് ഇന്ത്യ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ഒരു വർക്കിലേക്ക് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നവജീവൻ എന്ന് പറയുന്ന വർക്കിലേക്ക് നമ്മുടെ മഹാദേവ് ദേശായി കുറച്ച് വർക്കുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹരിജ ബന്ധു എന്ന് പറയുന്ന വർക്കിലോട്ടും അദ്ദേഹം കുറച്ച് വർക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്? 1942 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം പോസ്റ്റ്മസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണാനന്തര ബഹുമതി എന്നാണ് അർത്ഥം കേട്ടോ. പോസ്റ്റ്മസ്ലി അവാർഡ് എന്ന് പറഞ്ഞാൽ മരണാനന്തര ബഹുമതി. അദ്ദേഹത്തിന് മരണാനന്തരം എന്ത് ലഭിച്ചു? സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇതൊന്ന് ബ്ലാങ്ക് ചെയ്തേ സാറേ, ഒന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ കേട്ടിരുന്നോ അതോ ഇങ്ങനെ വെറുതെ ആന്ന് പറഞ്ഞ് ഇരിക്കായിരുന്നോ? ഉച്ച ആയതുകൊണ്ട് തന്നെ ആ ചോറൊക്കെ ഉണ്ട്, എന്റെ ആ ഒരു ലാഘം ഉണ്ടോന്ന് നോക്കട്ടെ. സാറേ ഒരാളെ വിളിച്ചേ. അമ്മയ്യ, അമ്മയ്യ മിടിക്കായിട്ട് എനിക്ക് ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ അമ്മയ്യ കുട്ടി, ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഒന്ന് പറഞ്ഞു ആരാണ് മഹാദേവ് ദേശായി? കുറച്ച് ഓർമ്മയുള്ള പോയിന്റുകൾ ഒന്ന് പറഞ്ഞു തന്നേ. ഗാന്ധിജിയുടെ എവിടെ ഉണ്ട്? അത് ഓരോരുത്തരൊക്കെ പറഞ്ഞിരുന്നു. ആരാണ് ആള്? ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാരായിരുന്നു? ദേവൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. പെൻസിലൊക്കെ വെച്ച് എന്നെ കുത്തുന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു. ഓക്കെ, പറഞ്ഞു വേഗം പറ. ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആണ്. ഓക്കെ, മിടുക്കി. ആള് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ നെറ്റിന് കുറച്ച് ഇഷ്ടമുണ്ട്. നമുക്ക് മറ്റാളോടും കൂടി ചോദിച്ചാലോ. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആണ് നമ്മുടെ മഹാദേവ് ദേശായി. ഇനി ബാക്കി അദ്ദേഹം ഒരു റൈറ്റർ ആണ്. പിന്നെ യങ് ഇന്ത്യ എന്ന് പറയുന്ന വർക്ക്. പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, നവജ്യോതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരുടെ വർക്കാ? ഗാന്ധിജിയുടെ വർക്കാണ്. അതിലേക്ക് അദ്ദേഹം കുറച്ച് വർക്കുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെ എന്തൊക്കെയാണ്? റൈറ്റർ മാത്രമാണോ മഹാദേവ് ദേശായി? ആണോന്ന് വേറെ അവനോട് വെച്ചേ. സാറേ അവനോട് വെച്ചേ. തീർത്തിനോട് വെക്കാം നമുക്ക്. തീർത്തേ, റൈറ്റർ മാത്രമാണോടാ മഹാദേവ് ദേശായി? തീർത്ത് മിണ്ടുന്നില്ല. തീർത്തേ, ഉച്ചമയക്കത്തിലാണോ നീ? അൺമ്യൂട്ട് ആവുന്നില്ല. ആയില്ല. എന്നടുത്ത ആള് ഗോപിക. തീർത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഗോപിയനോട് ചോദിക്കാം. ഗോപിക മയങ്ങുന്ന. ഗുഡ് ആഫ്റ്റർനൂൺ. പോട്ടെ, സാരില്ല, ആദ്യം തന്നെ വള്ളി വീണു. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുജറാത്തി, ബംഗാളി, അതുപോലെ ഇംഗ്ലീഷിലൊക്കെ അദ്ദേഹം ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ റൈറ്റർ മാത്രമായിരുന്നു അദ്ദേഹം? അതാണ് എന്റെ ചോദ്യം. ആക്ടിവിസ്റ്റ് ആയിരുന്നു, അതുപോലെ സ്കോളർ ആയിരുന്നു. മിടുക്കി. എന്നാണ് മരിച്ചത് അദ്ദേഹം? മറന്നു. 85 അല്ല, 1942 ഓക്കെ, സാരില്ല, പോട്ടെ. അദ്ദേഹത്തിന് പോസ്റ്റ്മസ്ലി എന്തെങ്കിലും അവാർഡ് ലഭിച്ചിട്ടുണ്ടോ? ആര് പറഞ്ഞുതരും? അദ്ദേഹത്തിന് കിട്ടിയേക്കണ ഒരു അവാർഡിന്റെ പേര് ആരാണ് പറഞ്ഞുതരിക? ദിൽന പറഞ്ഞുതരും. ദിൽനെ, എനിക്ക് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിന്റെ പേരൊന്ന് പറഞ്ഞേ. സാഹിത്യ അക്കാദമി അവാർഡ്. ഞാൻ ലിപ് മൂവ്മെന്റ് വെച്ച് കണ്ടുപിടിച്ചു അല്ലെ. ഒച്ച വരുന്നുണ്ടായില്ല, പക്ഷെ ലിപ്പ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. സാഹിത്യ അക്കാദമി അവാർഡ് നമ്മുടെ മഹാദേവ് ദേശായിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ നമ്മളൊരു ഓഥറെ കുറിച്ച്, നമ്മളൊരു വർക്ക് പഠിക്കും, അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. കാണാപ്പാഠം പഠിക്കാനുള്ളതല്ല, നമ്മൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സാറേ നമുക്ക് സ്ലൈഡിലോട്ട് തന്നെ വരാം. ഓക്കെ, ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ആ 3-4 പേജിൽ എടുക്കുന്ന ആ ചാപ്റ്ററിനെ ഒന്ന് മിനിമൈസ് ചെയ്ത് മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ആ ചാപ്റ്ററിൽ നമുക്കൊന്ന് നോക്കി വരാം കേട്ടോ. ചാപ്റ്റർ ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വെച്ച് നോക്കാം. യെസ് സാറേ. ഓക്കെ, യെസ്. ഓക്കെ, നോക്കിക്കേടെ എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. ഗാന്ധിജി അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ് ഇൻ ഇംഗ്ലണ്ട് ഡ്യൂറിങ് ഹിസ് വിസിറ്റ്. അദ്ദേഹത്തിന്റെ വിസിറ്റ് അല്ലെ, ഇംഗ്ലണ്ടിലുള്ള ഒരു വിസിറ്റിന്റെ സമയത്ത്
അദ്ദേഹം ഒരുപാട് മീറ്റിങ്ങുകൾ ഗാന്ധിജി അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് സ്റ്റുഡൻസ് അദ്ദേഹത്തെ വെൽക്കം ചെയ്തിരുന്നത് എന്ത് പേരിലായിരുന്നു? സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെ ഫ്രഞ്ച് സ്റ്റുഡൻസ് ഒക്കെ വെൽക്കം ചെയ്തിട്ടുള്ളത്. ഗാന്ധിജി അവരൊക്കെ താങ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഏർലിയർ വിസിറ്റിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് വട്ടം ഫ്രാൻസിൽ അല്ലെങ്കിൽ മുൻപൊക്കെ ഫ്രാൻസിൽ വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് നോൺ is the weapon of the strong. അതൊന്നും ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ് കേട്ടോ. പറഞ്ഞില്ലേ മിസ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നോൺ വയലൻസ് ആണ് ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറഞ്ഞു അല്ലെ. വെപ്പൺ എന്ന് വെച്ചാൽ എന്താണ്? ആയുധം. നോൺ വയലൻസ് വെച്ചാൽ എന്താണ്? അഹിംസ അല്ലെ. നമ്മൾ ഒരാൾക്ക് ഗാന്ധിജി എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്നത് അല്ലെ. അപ്പുറത്തെ കരണം എങ്ങനെയാണ്? ഒരാൾ വന്ന് നമ്മൾ ചെപ്പിക്കടിക്കുമ്പോൾ ഇപ്പുറം കൂടി അടിക്കലാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലല്ലോ. അല്ല, അതല്ല ഗാന്ധിജി ഉദ്ദേശം. പിന്നെ എന്തായിരിക്കും ഗാന്ധിജി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? നമ്മൾ പറയില്ലേ, രണ്ട് കൈകളും കൊട്ടിയാലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ എന്ന് അറിയില്ലേ. ഒരാൾ മാത്രം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നെങ്കിൽ എന്താണ്? ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും? ഇല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തിരിച്ചവരെ പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. വയലൻസിലൂടെ അല്ല നമ്മൾ അവരോട് പെരുമാറേണ്ടത്. നോൺ വയലൻസിലൂടെയാണ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് വിടേണ്ടത്. അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് പറയുന്നത്. അപ്പൊ വീക്ക് ആയിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ വയലൻസിലൂടെ നേരിടുന്നത്. നമ്മളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുള്ളൂ? നോൺ വയലൻസിലൂടെ എന്ത് ചെയ്യുള്ളൂ? മറ്റുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ്. പിന്നെ പറയുന്ന കാര്യമാണ് and true bravery is to ensure suffering without retaliation എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് തന്നെ കേട്ടോ. റിയൽ എഡ്യൂക്കേഷനെ കുറിച്ച് അദ്ദേഹം ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഓർത്ത് വെക്കുക. റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പോയിട്ട് ഇങ്ങനെ സാപാ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല ശരിയായ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ് ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? റിയൽ എഡ്യൂക്കേഷൻ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന ഒന്നാണെന്നാണ് പറയുന്നത് അല്ലെ. നമ്മളുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്ന, നമ്മുടെ വ്യക്തിത്വം ബിൽഡ് ചെയ്യുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ശരിയായ വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാതെ വെറും ഒരു നോളജ് മാത്രമല്ല എഡ്യൂക്കേഷനിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. Many people in Britain and Europe welcome Gandhiji and supporting his missions. അപ്പോൾ ഒരുപാട് പേര് അല്ലെ ബ്രിട്ടനിലും അതുപോലെ യൂറോപ്പിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഗാന്ധിജിനെയും ഗാന്ധിജിയുടെ സപ്പോർട്ടിംഗ് മിഷൻസിനും ഒക്കെ ഗാന്ധിയുടെ മിഷൻസിനും ഒക്കെ എന്ത് ചെയ്തിരുന്നു? സപ്പോർട്ട് ചെയ്തിരുന്നു. അവരെ കേട്ട് വെൽക്കം ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അവിടെ വെച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് ചാർലി ചാപ്ലിനുമായിട്ടുള്ള ഗാന്ധിജിയുടെ മീറ്റിംഗ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗാന്ധിജി ചാർലി ചാപ്ലിനെ മെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. എന്തിനെ കുറിച്ചൊക്കെയാണ് ആ ഒരു കണ്ടുമുട്ടലിൽ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പിന്നിങ് വീൽ. ആ ഒരു ചക്രമില്ല, ആ സ്പിന്നിങ് വീലിനെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെൽഫ് റിലയൻസിനെ കുറിച്ചും അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പോയിന്റ് നമ്പർ 7 ഓർത്ത് വെക്കേണ്ടതാണ്. ചാർലി ചാപ്ലിനും ഗാന്ധിജിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ അവർ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? സ്പിന്നിങ് വീലിനെ കുറിച്ചിട്ടും സെൽഫ് റിലയൻസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത 8ാമത്തെ പോയിന്റ് നോക്കാം. ഒരു 12 പോയിന്റ് നമ്മൾ പഠിക്കും കേട്ടോ. യെസ്, 8ാമത്തെ പോയിന്റ് നോക്കാം. യെസ്, ഗാന്ധിജി said every nation should be self-sufficient in food and cloth. അല്ലെ, നമ്മൾ മനുഷ്യർക്ക് വേണ്ട, നമ്മൾ പറയൂലേ നമുക്ക് ഏറ്റവും വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ? ഭക്ഷണം, ക്ലോത്തും അല്ലെ. നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലോത്തിന് വേണ്ടിയിട്ട് വേറൊരാളെ ആശ്രയിക്കാൻ വേണ്ടി പാടുണ്ടോ? ഇല്ല. ഇതന്നെ ഗാന്ധിജി പറയും. നമ്മൾ നമ്മുടെ കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ എന്താണ് നമ്മുടെ ഡ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി വേറൊരാളോട് ചെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ നേഷൻ ആയാലും കൺട്രി ആയാലും പറയുന്നത് കേട്ടോ. അപ്പൊ ഗാന്ധിജി പറയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ് ആയിട്ടുള്ള ഫുഡും ക്ലോത്തും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ തന്നെ നാട്ടിലുള്ളതായിരിക്കും, അല്ലാണ്ട് മറ്റുള്ള നാടുകളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ടാക്കരുതെന്ന് ഗാന്ധിജി പറഞ്ഞു വെക്കുന്നുണ്ട്. He praised the courage of Indian women who took part in the freedom struggles and faced imprisonment and legal charges without fear. ഇതും ഓർത്ത് വെക്കാട്ടോ. 9ാമത്തെ പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക. എന്താണ് 9ാമത്തെ പോയിന്റ്? ഗാന്ധിജി ആരെ പ്രൈസ് ചെയ്ത് പറഞ്ഞു? പ്രൈസ് ചെയ്യാന്ന് വെച്ചാൽ പുകഴ്ത്തി പറയാം അല്ലെ. ആരെയാണ് ഇവിടെ പുകഴ്ത്തി പറയുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുൻപിൽ നിർന്ന ഒരുപാട് വുമൻസ് ഉണ്ട്, ഒരുപാട് ലേഡീസ്, ഒരുപാട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളെ നല്ലപോലെ അവരുടെ ആ ഒരു കറേജ്, ആ ഒരു ധൈര്യത്തിനെ ഗാന്ധിജി ഒരുപാട് പുകഴ്ത്തി പറയുകയുണ്ടായിരുന്നു അല്ലെ. അവർക്ക് ലാത്തി ചാർജ് ഉണ്ടായിരുന്നു. ആ ലാത്തി ചാർജിലൊന്നും അവർ പേടിക്കാതെ അവർ ഇംപ്രിസൺമെന്റ് അല്ലെ, ജയിലിലൊക്കെ അടക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ധീരതനെ ഗാന്ധിജി ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രേസ് ചെയ്ത് പുകഴ്ത്തിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഗാന്ധിജി ഡിക്ലെയർഡ് ദാറ്റ് ഇന്ത്യൻസ് ഇൻഡിപെൻഡൻസ് വാസ് ഹിസ് ബ്രൈറ്റ് ലൈറ്റ് ആൻഡ് കുഡ് നോട്ട് ബി ഗിവൺ
you as a gift. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആരെങ്കിലും ദാനം തന്നെയാണോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് സമ്മാനമായിട്ട് തന്നെയാണോ? ഇന്ത്യ പാവം പോട്ടെ ഇന്നാ പിടിച്ചോ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഗിഫ്റ്റ് ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ തന്നെയാണോ? അല്ല, ഇന്ത്യക്ക് അങ്ങനെ ഗിഫ്റ്റ് ആയിട്ടല്ല അല്ലെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട എന്ന് ഗാന്ധിജി പറയാണല്ലേ. പിന്നെ എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത്? നമ്മുടെ ഹാർഡ് വർക്കിലൂടെ മാത്രം നമുക്ക് സ്വാതന്ത്ര്യം മതി എന്ന് ഗാന്ധിജി പറഞ്ഞു വെക്കുന്നുണ്ട്. At the Round Table Conference, he spoke about his dreams of independence India that would never exploit any other country. മറ്റുള്ള രാജ്യങ്ങളെ ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യില്ല എന്നും അതുപോലെ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്രീംസ് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ സമയത്ത്, വട്ടമേശ സമ്മേളനമാണ് കേട്ടോ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത്, അവിടെ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അല്ലെ. നോക്കിക്കേ 11ാമത്തെ പോയിന്റിലാണല്ലേ നമ്മുടെ ഡ്രീം പറയുന്നത്. ഗാന്ധിജിയുടെ ഡ്രീം എന്തായിരുന്നു? അപ്പോ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഡ്രീംസ് റിയലൈസ്ഡ് എന്നാണല്ലേ. അപ്പൊ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഡ്രീം എന്തായിരുന്നു? ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിനെ കിട്ടണമെന്നും മറ്റുള്ള രാജ്യങ്ങളെ ഞങ്ങൾ ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്രീം എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ ആ ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത്? Through non-violence, non-cooperation and self-sacrifice, Gandhiji and other freedom fighters helped India achieve independence. എന്താണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്? non-violence-ലൂടെ, അതുപോലെ non-cooperation-ലൂടെ, self-sacrifice-ലൂടെ ഒക്കെ നമ്മൾ എന്ത് നേടിയെടുക്കാണ്? ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത് അല്ലെ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും നമ്മൾ എന്താണ് പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സാറേ എനിക്ക് ഒരാൾ ഇന്ന് വിളിച്ചു തന്നേ, എനിക്കിങ്ങനെ കഥ കേൾക്കുന്ന പോലെ കേട്ടിരിക്കുന്നല്ല, എനിക്ക് പറഞ്ഞു തരണം. സ്ക്രീൻഷോട്ട് എടുക്കാൻ തരാം കേട്ടോ മക്കൾക്ക് തരാം. അമലേ, യെസ് അമൽ. ഹലോ, കേൾക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഫുഡ് കഴിച്ചാ? ഫുഡൊക്കെ കഴിച്ചു. എല്ലാരും സെറ്റ് ആയിട്ടിരിക്കണ. എന്തായിരുന്നു ഫുഡ്? ചോറ് മീൻകറി കുട്ടി. ഒമ്പടോ പപ്പടം എല്ലാം ഉണ്ടല്ലോ, ഗംഭീര ഫുഡായിരുന്നു. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്കത് പറയുന്നത് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ഡ്രീം എന്തായിരുന്നു? ഓക്കെ, അത് ഗാന്ധിജി പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. നമ്മുടെ ക്ലോത്ത്, ബേസിക് നീഡ് ആയിട്ടുള്ള ക്ലോത്തും ഫുഡൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഗാന്ധിജിയുടെ ഡ്രീം എന്തായിരുന്നു? ഏറ്റവും വലിയ ഡ്രീം ഫ്രീഡം കിട്ടില്ല, ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. ഒരു ചോദ്യം കൂടി, അദ്ദേഹം ഈ ഒരു ചാപ്റ്ററുടെ ലാസ്റ്റ് നമ്മൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത്? പേടിക്കണ്ട, ഫിയർ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കറേജ് ഉണ്ടാവണം, ധൈര്യം വേണം. ഇതൊക്കെ ഉണ്ടാ നിനക്ക്? അവനുണ്ടല്ലേ, അവൻ ഏത് ജേഴ്സി ആയിരുന്നു? എനിക്കിപ്പോ ഫുട്ബോൾ ഒന്നും അറിയില്ല കേട്ടോ. പോർച്ചുഗൽ. ഓക്കെ, എനിക്ക് ഫുട്ബോൾ അറിയില്ല കേട്ടോ മക്കളെ, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളും എനിക്കറിയാൻ പാടില്ല. ഓക്കെ, മിടുക്കന്മാര് കുറെ ഇത് കിട്ടുന്നത്. ഒരാളെ കൂടി വിളിക്കാം സാറേ, ഒരാൺകുട്ടിയും കൂടി, ഒരാൺകുട്ടി. റംസാനെ സ്റ്റെക്ക് ആയി പോയി. അവൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു, സ്റ്റെക്ക് ആയി പോയി. അൺമ്യൂട്ടായി. യെസ്, ഓക്കെ. ഗാന്ധിജിയുടെ കുറച്ച് ഇമ്പോർട്ടൻസ് സ്ത്രീകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രീഡത്തിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ കേറിയുള്ളൂ. ഇപ്പൊ നീ അണ്ടർറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നീ ചാപ്റ്റർ കേട്ടില്ലേ? നീ വീഡിയോ കാണാറില്ലേ? അവൻ ഇവിടം തൊട്ട് കേട്ടു, അത് സമ്മതിച്ചു. നീ വീഡിയോ കേൾക്കാറുണ്ടോ? വീഡിയോ ക്ലാസ്സിന്റെ കേൾക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് നിനക്ക് എന്നെ അറിയില്ല എന്ന് പറയല്ലേടാ ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചേക്കുന്നേ. ഓക്കെ, എന്താ കണ്ടിട്ടുണ്ടോ? പേര് വയ്ക്കുന്നുണ്ടായിരുന്നല്ലേ? മിസ്സിന്റെ പേര് അനഘാന്ന് കേട്ടാ. ഓക്കെ. എന്നൊരു പെൺതേരിനെ വിളിച്ചു സാറേ. ചിത്രാശ്മി. ഹലോ, പേരിങ്ങനെ നീണ്ടുപോയി. ഹലോ, എന്തായിരുന്നു ഫുഡിനെന്ന്? പത്തിരിയും ചിക്കൻ കറി. കോമ്പിനേഷൻ. ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, എന്നാ പറഞ്ഞേ, നമ്മൾ ആരൊക്കെ കുറിച്ചാണ് ഗാന്ധിജി പ്രൈസ് ചെയ്ത് സംസാരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ? വുമൻസിനെ കുറിച്ച്. ഏത് വുമൻസ്? സാധാരണ വുമൻസ് ആണോ? പിന്നെ എന്ത് ചെയ്ത വുമൻസ് ആണ് അവരൊക്കെ? ബ്രേവ് ആയിട്ട് നിന്നിട്ട് എന്ത് ചെയ്തു? ശ്രദ്ധിച്ചില്ല സാറേ, നോട്ട് ചെയ്ത് വെച്ചോട്ടാ.
ക്ലാസ് ശ്രദ്ധിച്ചില്ല. ഓക്കെ, എന്നാ അടുത്തൊരാള്. ക്ലാസ് ശ്രദ്ധിക്കാത്ത ആൾക്ക് കിട്ടേണ്ടത്. വേഗം പോരട്ടെ, എനിക്ക് ഇനിയും പറഞ്ഞുതരാണ്ട് കുറെ. വൈഗ അതേ കുറെ ബ്രസീലിനൊക്കെ എനിക്കറിയാട്ടെ ജേഴ്സി. ഓക്കെ, വൈഗ. ഓക്കെ, എന്താണ് ഫ്രീഡം സ്ട്രഗിൾ? എന്ത് വുമൻസ് ആണ്? ഇന്ത്യയിലെ വുമൺ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ? യുദ്ധം ചെയ്തു. വാറെ തട്ടിയിട്ട് ബഹളാണ് അവിടെ. ഓക്കെ, സമ്മതിച്ചു. ആർക്കെതിരെ യുദ്ധം ചെയ്തു? കണ്ടോ, പോയിന്റ് അറിയാം കേട്ടോ. ബ്രിട്ടീഷിനെതിരെ യുദ്ധം ചെയ്ത അല്ലെ, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി യുദ്ധം ചെയ്ത ലേഡീസ് അല്ലെങ്കിൽ നമ്മുടെ വുമൻസിനെതിരെ, വുമൻസിനെതിരെ അല്ല, വുമൻസിനെയാണ് എന്ത് ചെയ്തത്? ഗാന്ധിജി പ്രേസ് ചെയ്ത് സംസാരിച്ചല്ലേ. അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ കിട്ടി. മക്കൾക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് മിസ് എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ തരാം കേട്ടോ. എന്തായാലും കാണിച്ചു കൊടുക്കാം കേട്ടോ. സാർ നിന്ന് ഓർപ്പിക്കാൻ കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, സാർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് മക്കൾക്ക് ഇനി എക്സാമിന് വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ അറിയണ്ട. അതിലല്ലേ നമ്മുടെ കാര്യം കിടക്കുന്നത്. 50% ചാപ്റ്ററിലുണ്ട്, ബാക്കി 50 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാറേ നമുക്ക് കാണിച്ചു കൊടുക്കാൻ. ദാ പിടിച്ചോ. എന്താണ് ചോദിച്ചേക്കുന്നത്? റൈറ്റപ്പ് തയ്യാറാക്കാനാണ് അല്ലെ. ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ വായിക്കാം, ആദ്യം തന്നെ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. റൈറ്റപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എങ്ങനെയാണ് റൈറ്റപ്പ് എഴുതുന്നത്? വെറുതെ കുറെ ഇങ്ങനെ വലിച്ച് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടുമോ? നമ്മൾ വിചാരിക്കും എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും കുറെ ആ കാര്യത്തെ കുറിച്ച്, ആ ചാപ്റ്റർ അങ്ങോട്ട് അറിയാന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അങ്ങ് അങ്ങ് വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂലോ എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഓരോന്നിൻ്റെതായ ഫോർമാറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ റൈറ്റപ്പിന്റെ ഫോർമാറ്റ് ഇതാ പിടിച്ച മക്കളെ, ഇതാ കാണിച്ചു തരാം. എന്താണ് റൈറ്റപ്പിന്റെ ഫോർമാറ്റ് എന്നുള്ളത് വേഗം മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് ആണ് നമ്മളോട് പറയുന്നത്. ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ ഷോർട്ട് എന്ന് വേണമെങ്കിൽ പറയണ്ട. ഷോർട്ട് എന്ന് മിസ് പറഞ്ഞാൽ മിസ് പറയുമ്പോൾ 2-3 പേജ് എഴുതാനൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്ത് ഷോർട്ടാന്ന് ചോദിക്കും. അതുകൊണ്ട് സാരില്ല, നമുക്ക് ഷോർട്ട് എന്നുള്ള ടേം വിട്ട് കളയാം. ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ എഴുതേണ്ടതാണ് എന്തെന്ന് പറയുന്നത്? റൈറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ. മക്കൾക്ക് ഒരു ടോപ്പിക് അങ്ങോട്ട് തരും, എന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് മക്കളോട് പറയും ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനായിട്ട്. അതായത് അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട്, ആ ടോപ്പിക്കിനെ കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. വെറുതെ തോന്നിയ പോലെ എഴുതാൻ പറ്റില്ല. റൈറ്റപ്പിന് ആദ്യം തന്നെ മക്കൾ എന്ത് ചെയ്തിരിക്കണം? ഒരു ടൈറ്റിൽ എന്ന് കൊടുക്കണം. ടൈറ്റിൽ ഇഫ് റിക്വയർഡ് എന്ന് മിസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ടൈറ്റിൽ എഴുതിക്കോട്ടെ. ചില ഇവന്റുകൾക്കൊന്നും ടൈറ്റിലിന്റെ ആവശ്യം ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് മിസ് ഇഫ് റിക്വയർഡ് എന്ന് കൊടുത്തേക്കുന്നത്. പക്ഷെ ടൈറ്റിൽ എഴുതിയോണ്ട് മക്കളുടെ മാർക്ക് ഒരിക്കലും കുറയില്ല കേട്ടോ. ടൈറ്റിൽ എഴുതിയോണ്ട് മാർക്ക് കിട്ടത്തേ ഉള്ളൂ കേട്ടോ, ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അപ്പൊ മക്കൾക്ക് എക്സാമിന് റൈറ്റപ്പ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഒരു ടൈറ്റിൽ കൊടുക്കുക. 3 പാരഗ്രാഫിൽ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 3 പാരഗ്രാഫിൽ എഴുതണം. ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. അറിയാലോ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒന്നാമത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ. അത് ഒരുപാട് നെരിച്ച് നീട്ടി ഒന്നും എഴുതണ്ട, ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ പാരഗ്രാഫ് ആണ് നമുക്ക് വേണ്ടത്. വലിയ പാരഗ്രാഫ് ആയിരിക്കണം, അതായത് ബോഡിയാണ്. ആ ബോഡിയിലാണ് മക്കൾ എന്ത് ചെയ്തിരിക്കേണ്ടത്? എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ മക്കളോട് എഴുതാൻ പറഞ്ഞേക്കുന്നത് ആ ടോപ്പിക്കിന്റെ മെയിൻ ഐഡിയാസും ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മക്കൾ എഴുതേണ്ടത് സെക്കൻഡ് പാരഗ്രാഫിലാണ്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിലോട്ട് വരുമ്പോൾ മക്കൾ എന്ത് ചെയ്യണം? കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഷൻ ആണ്, അതായത് മക്കൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് എഴുതിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? കൺക്ലൂഡ് ചെയ്യാനായിട്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. 3 പാസേജിൽ എഴുതണം. ഇനി എത്രത്തോളം എഴുതണം മിസ്? എത്രത്തോളം എഴുതിയാലാണ് മാർക്ക് കിട്ടുക എന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ഡിപ്പെൻസ് ആണല്ലേ. ചിലത് 5 മാർക്കിനായിരിക്കും, ചിലപ്പോൾ 8 മാർക്കിനൊക്കെ മാർക്കിന് ഡിപ്പെൻഡ് ആയിരിക്കും. എന്നാൽ മിസ് 10ാം ക്ലാസ്സുകാരോടൊക്കെ പറയാറ് ഒരു പേജിലെ 2 സൈഡ് എഴുതാനാണ് പറയാറ്. അപ്പൊ അതിനനുസരിച്ച് ചെയ്താൽ മിനിമം ഒരു പേജിന്റെ ഒരു സൈഡെങ്കിലും നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. അത്രയൊക്കെ എഴുതണമെന്ന് വെച്ചാൽ എഴുതണം. ഓക്കെ, അതിന് കൂടുതൽ എഴുതിയെങ്കിലേ ഉള്ളൂ. ഓക്കെ അല്ലേടാ? അപ്പൊ ഒരു പേജിന്റെ ഒരു സൈഡെങ്കിലും നിർബന്ധമായിട്ടും എഴുതാൻ ശ്രമിക്കുക. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റപ്പ് ആരുടെ തയ്യാറാക്കാനാണ്? എന്തിന്റെയാണ് തയ്യാറാക്കാൻ പറയുന്നത്? നോക്കിക്കേടാ, ഫ്രീഡം സ്ട്രഗിൾ അല്ലെ. എന്താണ്? ഇമാജിൻ യു ആർ വൺ ഓഫ് ദ വുമൺ ഹു ടുക്ക് പാർട്ട് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ഫ്രീഡം മൊമെന്റ് ഉണ്ടായില്ല, സ്ട്രഗിൾ ഉണ്ടായില്ലേ? ആ സ്ട്രഗിൾ ചെയ്യുന്ന വുമൻസിലെ ഒരു വുമൺ നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങളാണ് ആ യുദ്ധം ചെയ്ത് പടവെട്ടി പൊരുതിയ വുമണിൽ ഒരാൾ നിങ്ങളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന റൈറ്റപ്പ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. മിസ് മോഡൽ തരാം, ഒരാൾ എനിക്ക് വായിച്ചു തരാം. എല്ലാവരും നിർബന്ധമായിട്ട് മിസ്സിന്റെ കൂടെ തന്നെ വായിച്ചു പോവാട്ടോ. വെറുതെ നോക്കിയിരുന്നാൽ നമുക്ക് കിട്ടില്ല, വായിച്ചു പോയാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വായിപ്പിക്കാം. ഒരാൾ എനിക്ക് വായിച്ചും തരിക കേട്ടോ. എല്ലാവരും വായിച്ചു തുടങ്ങിക്കോ. ഒരാൾ വിളിച്ചെന്നേ, ഒരാൾ എനിക്ക് വായിച്ചു തരട്ടെ. അഞ്ജിക. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. പോരട്ടെ, വായിച്ചോ. എല്ലാവരും നിർബന്ധമായിട്ടും വായിക്കണം കേട്ടോ. വായിച്ചു.
Gandhi's call to the women of India brought me out of the four walls of my home. I was not aware of the heroic part I played during the freedom struggle. The idea of non-violence put forth by Gandhiji attracted me very much. He explained that non-violence was no weapon of the weak but of the strongest. That strength was not merely strength of muscle. To a non-violent man, strength of muscle is not necessary, but a strong heart is an absolute necessity. According to him, to kill and to be killed in fighting an enemy are acts of bravery, but to stand the blows of your adversaries and not to retreat is a greater form of bravery. മിടുക്കി, സൂപ്പർ ആയിട്ട് വായിച്ചു. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു പാസേജും കൊണ്ടിട്ട് വായിച്ചോ. മിസ്സിന്റെ കൂടെ തന്നെ എല്ലാവരും മിടുക്കി എന്റെ കൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലായാലും എന്തൊക്കെയാ പറയുന്നത്? ഞാനാണ് ആ വുമൺ എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കാം അല്ലെ. അപ്പൊ ആ ഫ്രീഡത്തിന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെന്നാണ് പറയുന്നത്. ഗാന്ധിജി പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയ മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നോൺ വയലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നോൺ വയലൻസ് ആണ് എന്താണ്? നോ വെപ്പൺ അല്ലെ. വീക്ക് ആയിട്ടുള്ള ആളുകളുടെ വെപ്പൺ ആണ് എന്താണ്? വയലൻസ്. അല്ലാതെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ വെപ്പൺ ആണ് നോൺ വയലൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെയോ ടു കിൽ ആൻഡ് ടു ബി കിൽഡ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം പറയുന്നുണ്ട്. ഇതോടുകൂടി റൈറ്റ് അപ്പ് എൻഡ് ആയില്ല, നമ്മൾ ഒരു പാസേജും കൂടി ഉണ്ട് കേട്ടോ സാറേ. നമുക്ക് അതും കൂടി ഒന്ന് കാണിച്ചു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇതും കൂടി ഒന്ന് എനിക്ക് ഒരാൾ വായിച്ചു തന്നെ വേഗം തന്നെ. ഇതും കൂടി ഒന്ന് മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ച് വായിക്കാം കേട്ടോ. ഇതാ ഒരു മെഡിക്ക് വേവ് ചെയ്യുന്നുണ്ട്. അനശ്വര വായിച്ചു. No obstacles hindered my entry to public life. For years, when our organizations were declared illegal and their leaders imprisoned, it was the women who came to the forefront and filled the jails. We left our homes en masses, demonstrating the miraculous awakening. We took part in processions, defied the law, and bore lathi blows without raising a finger. It was not just learned women like Sarojini Naidu, but hundreds of unliterated women who stood unflinchingly bearing lathi blows to the head, bleeding profusely, instructing their companions not to move. ഓക്കെ, മെഡിക്ക് നന്നായിട്ട് വായിച്ചു കേട്ടാ. ഇച്ചിരി വിക്കുമുക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് വായിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? ആ സെക്കൻഡ് പാസേജിലോട്ട് വന്നപ്പോഴേക്കും മിസ് ഇവിടെ ആ ഒരു മോഡലാണ് തന്നേക്കുന്നത് കേട്ടോ, എങ്ങനെ എഴുതണം എന്നുള്ള മോഡൽ കേട്ടോ. അപ്പൊ സെക്കൻഡ് പാസേജിലോട്ട് വന്നപ്പോഴേക്കും എന്തൊക്കെയാ പറയുന്നത്? ആ ഒരു വുമൺ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. നിങ്ങളാണ് വുമൺ എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ട്? ഫ്രീഡത്തിന്റെ സമയത്ത് നമ്മൾ ജയിലിൽ പോയിട്ടുണ്ട്, ജയിലിലുള്ള ഒരുപാട് ലാത്തി ചാർജുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സെക്കൻഡ് പാസേജിൽ പറയുന്നത് അല്ലെ. പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്? നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സെക്കൻഡ് പാസേജ് പറയുന്നത്. അപ്പൊ റൈറ്റപ്പ് തയ്യാറാക്കാനുള്ള ഒരു ഫോർമാറ്റ് കിട്ടിയില്ലേ, ഒരു മോഡലും കിട്ടിയില്ലേ, ഏതൊക്കെ രീതിക്ക് എങ്ങനെയൊക്കെ എഴുതണം, ഏതൊക്കെ ഡയലോഗുകൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇത്തവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രെയിം എ ഫ്യൂ ക്വസ്റ്റ്യൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ചോദ്യം എന്ത് ആയിക്കോട്ടെ, ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് പഠിച്ചിരിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തരാം. എന്ത് രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് തരാം. പക്ഷെ അതിന്റെ കൂടെ മിസ്സിന്റെ കൂടെ മക്കൾ ശ്രദ്ധിക്കുക. മക്കളോട് ഇപ്പൊ പറയാണ്, എക്സാമിന് ചോദിക്കാണ്, മിനിമം 5 ക്വസ്റ്റ്യൻസ് എങ്കിലും തയ്യാറാക്കാൻ പറഞ്ഞാൽ 5 എണ്ണം വെച്ച് നിർത്തരുത് കേട്ടോ. ഒരു 6 എണ്ണെങ്കിലും എഴുതാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മക്കളോട് പറയുന്നത് മിനിമം 7 ക്വസ്റ്റ്യൻ എങ്കിലും തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ 7 എണ്ണം മിനിമം ആണ്. അതുകൊണ്ട് 7 എണ്ണത്തിൽ നിർത്തല്ല ചെയ്യേണ്ടത്, 8ഓ 9ഓ ക്വസ്റ്റ്യൻ മക്കൾ തയ്യാറാക്കുക. കാരണം എന്താന്ന് വെച്ചാൽ മക്കളോട് 5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് 5 എണ്ണം മാത്രം മക്കൾ എഴുതി കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അത്രയ്ക്ക് നന്നായിട്ടൊന്നും ഇല്ല എങ്കിൽ എന്ത് പറ്റും? മാർക്ക് അവിടെ പോയില്ലേ. അപ്പൊ 4 എണ്ണം നല്ല 4 എണ്ണത്തിന് മാത്രമല്ലേ എടുക്കുള്ളൂ, ഒരെണ്ണത്തിന് മാർക്ക് പോയില്ലേ. അതുകൊണ്ട് മക്കൾ എപ്പോൾ എന്ത് ചെയ്തിരിക്കണം? മിനിമം എന്ന് പറയുന്ന അത്രയും മാത്രമല്ല, അതിൽ നിന്നും 2ഓ 3ഓ ക്വസ്റ്റ്യൻസ് ഒന്ന് എക്സ്ട്രാ ചെയ്യുക. അപ്പൊ 5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 7 എണ്ണമൊക്കെ തയ്യാറാക്കുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം മോശമാണെങ്കിൽ പോലും ഈ 2 എണ്ണത്തിൽ അത് അങ്ങോട്ട് ന്യൂട്രൽ ചെയ്ത് മാർക്ക് കയറി വരും കേട്ടോ. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് ഇവിടെ തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജി, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ്? എന്ത് പറഞ്ഞാലും നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലെ. ഗാന്ധിജിനോട് ചോദിക്കാൽ എന്താണ് ഗാന്ധിജി നോൺ വയലൻസിനോടുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. രണ്ടാമതെന്ന് ചോദിക്കാം ഗാന്ധിജിനോട്,
വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യുവർ ജേർണി ഫോർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്? ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടണം എന്ന് പറഞ്ഞ് ഗാന്ധിജി ഇങ്ങനെ ഒരു ജേർണി തുടങ്ങാൻ, യാത്ര തുടങ്ങാനുള്ള കാരണം അല്ലെങ്കിൽ ഗാന്ധിജിനെ ഇൻസ്പയർ ചെയ്തത് എവിടെ നിന്നാണ്, എന്താണ് ഇൻസ്പയർ ചെയ്തതെന്ന് ചോദിക്കാം. Can you tell us about the role of women in the freedom movement? നമ്മുടെ ഫ്രീഡം മൂവ്മെന്റിലുള്ള നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ റോളിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് നമുക്ക് ചോദിക്കാം. What are the biggest challenges you face in your struggle against British rule? ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ റൂളിനെതിരായിട്ട് എന്താണ് ഗാന്ധിജി ചെയ്യുന്ന സമയത്ത്, ഓരോന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഗാന്ധിജി അനുഭവപ്പെട്ട ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഫിയർ അല്ലെങ്കിൽ ചലഞ്ച് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. വാട്ട് ഈസ് യുവർ വിഷൻ ഓഫ് ഫോർ ഇന്ത്യാസ് ആഫ്റ്റർ ഇറ്റ് ബിക്കം ഇൻഡിപെൻഡന്റ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഗാന്ധിജിയുടെ വിഷൻ എന്താണെന്ന് ചോദിക്കാം. വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു എ യങ് പീപ്പിൾ ഹു വാണ്ട് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദ വേൾഡ്? ലോകത്തിന് ഒരു ഡിഫറൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു വരുന്ന പുതിയ തലമുറയ്ക്ക് ഗാന്ധിജിക്ക് കൊടുക്കാൻ വരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ ഗാന്ധിജിനോട് ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞ് ഏത് രീതിക്കുള്ള ചോദ്യമായാലും എന്തായിക്കോട്ടെ നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇതങ്ങ് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് എഴുതാൻ പറ്റും. കാര്യമായിട്ട് എഴുതുന്നുണ്ട്, സാരില്ല, നമുക്കൊക്കെ അതൊക്കെ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റൊക്കെ ഒന്നും കൂടി കാണിച്ചു തരാം, എഴുതിയിരിക്കണം എന്നുള്ളവർക്കൊന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിന് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇത്തവണ ചോദിച്ചേക്കുന്ന കോൺവെർസേഷൻ ആരൊക്കെ തമ്മിലുള്ളതാണ്? ചാർലി ചാപ്ലിനും ഗാന്ധിജിയും തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ ആയിരിക്കും അല്ലെ. അതുപോലെ ആരൊക്കെ ആയിരിക്കും? ഗാന്ധിജി സെക്രട്ടറി ഇൻഫോം ഹിം ദാറ്റ് ചാപ്ലിൻ വിഷ് ടു മീറ്റ് ഹിം. ചാർലി ചാപ്ലിൻ വിഷ് ചെയ്യുന്നുണ്ട് അല്ലെ ഗാന്ധിജിനെ കാണുന്നത്. അപ്പൊ നമ്മുടെ പാവം ഗാന്ധിജി ചോദിക്കുന്നുണ്ട് അല്ലെ, ആരാണ് ഈ ചാപ്ലിൻ എന്ന് അറിയാണ്ട് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് സംഭവിക്കാണ്? ആസ് ഗാന്ധിജി ഡസ് നോട്ട് നോ ചാപ്ലിൻ, ദ സെക്രട്ടറി ടോൾഡ് ഹിം അബൌട്ട് ചാപ്ലിൻ. അങ്ങനെ അറിഞ്ഞൂടാ അല്ലെ, ആരാണ് ചാപ്ലിൻ എന്ന് അറിയാത്ത സമയത്ത് നമ്മുടെ സെക്രട്ടറി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചാപ്ലിൻ ആരാണല്ലേ, മറ്റുള്ള ആളുകളെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരാളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. ആ ഒരു സമയത്തുള്ള ഗാന്ധിജിയും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സെക്രട്ടറിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. മക്കളോട് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ചാർലി ചാപ്ലിനും ഗാന്ധിജിയും തമ്മിൽ നടത്തുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അതും മക്കളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. രണ്ട് കോൺവെർസേഷൻ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ചാർലി ചാപ്ലിനും ഗാന്ധിജിയും തമ്മിലുള്ളത്, അതുപോലെ ഗാന്ധിജിയും നമ്മുടെ സെക്രട്ടറിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. മക്കൾ ഇതിലും ഒന്ന് ശ്രദ്ധിക്കാം. കോൺവെർസേഷൻ തയ്യാറാക്കുമ്പോൾ 5 എക്സ്ചേഞ്ചസ് എങ്കിലും മിനിമം എഴുതിയിരിക്കണം. 5 എക്സ്ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഡയലോഗ്. അതായത് ഇപ്പൊ മിസ്സും എന്താണ് ഒരു സാറും തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ മിസ്സിന്റെ ഒരു 5 ഡയലോഗ് ഉണ്ടാകണം, സാറിന്റെ ഒരു 5 ഡയലോഗ് ഉണ്ടാകണം. ഇതാണ് നമ്മുടെ 5 എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. അതറിയാത്തവരൊന്നുമില്ലല്ലോ, അത് മിനിമം ആണ്. ഈ ഹായ്, ഹൗ ആർ യു, ഹലോ, ഗുഡ് ബൈ എന്നൊന്നും പറയുന്നൊന്നും നമ്മൾ കോമൺ ആയിട്ട് എടുക്കില്ല. അതൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ. നമ്മളെ കണ്ടന്റ് മാത്രമുള്ള സെന്റൻസ് നോക്കുള്ളൂ കേട്ടോ. യെസ്, നമുക്കപ്പോൾ നോക്കാം എങ്ങനെയാണ് കോൺവെർസേഷൻ തയ്യാറാക്കിയേക്കുന്നത്. വിളിച്ച് സാർ എല്ലാവരും നിർബന്ധമായിട്ടും ഒരുമിച്ച് വായിക്കുക. ഒരാൾ എനിക്ക് വായിച്ചു തരിക കേട്ടോ. വിളിച്ച ഒരാളെ അനാമിക. Good afternoon, Miss. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. വായിച്ചു. Bapu, I have news. Charlie Chaplin wishes to meet you. Charlie Chaplin, I don't know him. Bapu is a famous actor and filmmaker from England. Actor, I don't think I can meet him. But Bapu, he leads the people and has made millions of Islam, helping them for good endeavors. Oh, he does that, making people laugh. And for that, it's truly valuable. Yes, Bapu, he has touched many lives with his work. In that case, I would be happy to meet him. I will arrange the meeting, Bapu. Thank you. Let me know when it is scheduled. ഓക്കെ, സ്മിഡിക്ക് സൂപ്പർ ആയിട്ട് വായിച്ചു അല്ലേ. എന്തൊക്കെയാണ് അപ്പൊ കോൺവെർസേഷൻ വായിക്കുന്നത്? ഒരാൾ വായിച്ചിട്ടുണ്ടായില്ല, അവനൊന്ന് വിളിച്ച് സാറേ. ആ വൈറ്റ് ഇട്ടേക്കുന്ന സെക്കൻഡ് റോയിൽ സെക്കൻഡ് ഇരിക്കുന്നവനാ, അവനൊന്ന് വിളിച്ചേ. ഇഷാനെ, ഇഷാൻ ഫുഡൊക്കെ കഴിച്ചോ? ഇഷാൻ സ്റ്റെക്ക് ആയതാണോ? അയ്യോടാ, എനിക്ക് അവൻ വായിക്കുന്നുണ്ടോ? ആ, ഇഷാൻ സ്റ്റെക്ക് ആയില്ല. എടാ അൺമ്യൂട്ട് ചെയ്തേടാ. ഇഷാൻ ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചു. എന്ത് കഴിച്ചു? മന്തി കഴിച്ചതിന്റെ ആലസ്യാണോ അപ്പൊ നിന്റെ മുഖത്തുള്ളത്? ആ, മയോണീസ് കൂട്ടി അടിച്ചതിന്റെ ക്ഷീണം വായിച്ചിരുന്നു. മനസ്സിലാണ് വായിച്ചത്. നീ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്ന മിസ് കണ്ടിരുന്നു. രണ്ടാമത്തെ നീ ഇങ്ങനെ നിഗൂഢമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിസ് വിളിച്ചത്. കാര്യമായിട്ട് നീ വായിച്ചോന്ന് ഡൗട്ട്. വായിച്ചിട്ടുണ്ടേ. എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവിടെ സംസാരിച്ചൊന്ന് മലയാളത്തിലൊന്നും എനിക്ക് പറഞ്ഞു തന്നെ. വായിച്ചതല്ലേ?
സെക്രട്ടറി ആദ്യം വന്ന് ഗാന്ധിജിയോട് പറയും ഇങ്ങനെ ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് മീറ്റ് ചെയ്യണമെന്ന് ഗാന്ധിജിയെ. ഉം. അപ്പൊ ഗാന്ധിജി പറയും ചാർലി ചാപ്ലിൻ ആരാന്ന് എനിക്ക് അറിയില്ലെന്ന്. അപ്പൊ സെക്രട്ടറി പറയും ചാർലി ചാപ്ലിൻ ഫിലിം മേക്കറും ആളുകളെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന്. ആ. അപ്പൊ ഗാന്ധിജി അറിയും എനിക്ക് തോന്നിയില്ല അങ്ങനെ ഒരാളെ എനിക്ക് കാണാൻ പറ്റുന്നത്. ഉം. സെക്രട്ടറി വീണ്ടും പറയും ഈ ചാർലി ചാപ്ലിൻ മില്യൺസ് ഓഫ് ആൾക്കാരെ ചിരിപ്പിക്കുകയും അവരുടെ വെറീസിനൊക്കെ മറക്കാൻ സഹായിച്ചിരിക്കുന്നെന്ന്. ഉം. അപ്പോ ഗാന്ധിജി പറയും അങ്ങനെ ആൾക്കാരുടെ ട്രബിളും കാര്യങ്ങളൊക്കെ മറക്കാൻ സാധിക്കുക എന്നുള്ളൊരു നല്ല കാര്യമാണ്. ഉം. അപ്പോ സെക്രട്ടറി കൊണ്ട് പറയാം എന്ത് പറഞ്ഞു? ആ പറയട്ടെ. ഇതൊക്കെ ചാപ്റ്റർ ഇത് പറഞ്ഞിട്ടുണ്ടാക്കിയതാണോ നീ? ചാപ്റ്റർ നന്നായിട്ട് അറിയാം. ചാപ്റ്റർ ആവുമ്പോ എടുക്കാനായിട്ട് സൂപ്പർ ആയിട്ട് ചാപ്റ്റർ ആവുമ്പോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത് പറഞ്ഞല്ലേടാ. ഇതല്ല ചാപ്റ്റർ ഇത് പറഞ്ഞത്. പക്ഷെ മിടുക്കൻ കാര്യങ്ങളൊക്കെ അവൻ അറിയാം, നന്നായിട്ട് പറയുന്നുണ്ട് അവൻ. ഓക്കെ യെസ്, മിടുക്കൻ ചാപ്റ്റർ അറിയാലോ. അപ്പൊ അവൻ എന്തായാലും ഒപ്പിച്ചോളൂ, അവർ എഴുതിക്കോളൂ. എനിക്ക് നിന്നിൽ എന്താണ് വിശ്വാസമുണ്ട്. ഐ ഹോപ്പ് അല്ലെ, ഹോപ്പ് ഉണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കോൺവെർസേഷനിൽ പറഞ്ഞേ നോക്കാം. അപ്പൊ ബാബു പറയാണ് ഐ ഹാവ് എ ന്യൂസ്, എനിക്കൊരു ന്യൂസ് ഉണ്ട് ഗാന്ധിജി. എന്താ ന്യൂസ്? ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ഒരാൾക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണം. അപ്പൊ ഗാന്ധി ചോദിച്ചു അല്ലെ ചാർലി ചാപ്ലിനോ? ഐ ഡോണ്ട് നോ ഹിം, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിയാത്ത ഒരാളെ ഞാൻ എങ്ങനെയാ കണ്ടുമുട്ടാന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ സെക്രട്ടറി എന്ത് പറഞ്ഞു? ഹീസ് എ ഫേമസ് ആക്ടർ, അതുപോലെ ഇംഗ്ലണ്ടിലെ ഫേമസ് ഫിലിം മേക്കറും കൂടിയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അല്ലെ. അപ്പൊ വീണ്ടും ഗാന്ധി ചോദിച്ചു ആക്ടർ ആണോ? ആക്ടറൊക്കെ എനിക്ക് കാണാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല ഞാൻ അദ്ദേഹം മീറ്റ് ചെയ്യുന്ന അല്ലെ. അപ്പൊ വീണ്ടും സെക്രട്ടറി പറയാണ് പക്ഷെ ബാപ്പു he lives for the people and has made millions laugh helping them forget their worries അല്ലെ. നമ്മുടെ ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റുള്ള ആളുകളെ ചിരിപ്പിക്കുന്ന ഒരാളാണ്. അതുപോലെ ഒരുപാട് ആളുകളെ, മില്യൺസ് ഓഫ് ആളുകളുടെ സങ്കടമൊക്കെ മാറ്റി അല്ലെ, ആളുകൾക്ക് ചിരിച്ചൊക്കെ ആളുകളെ ചിരിപ്പിച്ചൊക്കെ അവരുടെ സങ്കടങ്ങൾ മാറ്റുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ. അപ്പൊ നമ്മുടെ വീണ്ടും നമ്മുടെ ഗാന്ധിജി എന്താ പറയുന്നത്? ഓ ഹി ഡസ് ദാറ്റ്. അയ്യോ അങ്ങനെയത്തെ ഒരു മനുഷ്യനാണോ നമ്മുടെ ചാപ്ലിൻ? എല്ലാ ആളുകളെ സങ്കടങ്ങളൊക്കെ മാറ്റുന്ന ഒരാളാണോ നമ്മുടെ ചാർലി ചാപ്ലിൻ? അങ്ങനെയാണെങ്കിൽ making people laugh and forget their troubles in a true values way, മറ്റുള്ള ആളുകളുടെ സങ്കടങ്ങളൊക്കെ മാറ്റുന്ന അല്ലെ, അവരൊക്കെ വാല്യൂ കാണുന്ന ഒരു ശരിക്കും മറ്റുള്ള ആളുകളെ ചിരിപ്പിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണോ നമ്മുടെ ചാപ്ലിൻ എന്നിങ്ങനെ ചോദിക്കാം. അപ്പൊ സെക്രട്ടറി പറയാണ് യെസ് ബാബു, he has touched many lives without their works അല്ലെ. അദ്ദേഹത്തിന്റെ പല വർക്കുകളിലൂടെ, ഹിസ് വർക്ക്സ്, അദ്ദേഹത്തിന്റെ പല വർക്കുകളിലൂടെയും മറ്റുള്ള ആളുകളെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് അവരുടെ സങ്കടങ്ങളൊക്കെ മാറ്റി നിർത്തുന്ന ഒരാളാണ് നമ്മുടെ ചാർലി ചാപ്ലിൻ. അപ്പൊ നമ്മുടെ ഗാന്ധിജി എന്ത് പറയും? ഇൻ ദാറ്റ് കേസ്, അങ്ങനെയാണെങ്കിൽ ഐ വുഡ് ബി ഹാപ്പി ടു മീറ്റ് ഹിം. അങ്ങനെ അത്രയും നല്ലൊരു വ്യക്തി ഇങ്ങനെ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് കാണാണ്ടിരിക്കുന്ന മോശമല്ലേ? അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ ചാർലി ചാപ്ലിനെ കാണാനായിട്ട് റെഡിയാണ്. അപ്പൊ ഗാന്ധിജിനോട് നമ്മുടെ സെക്രട്ടറി പറയാണ് ഐ വിൽ അറേഞ്ച് ദ മീറ്റിംഗ്, ഞാൻ ആ മീറ്റിംഗ് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്യാൻ ബാപ്പു എന്നല്ലേ. അപ്പൊ ഗാന്ധിജി എന്ത് പറയും? താങ്ക് യു അല്ലെ, നന്ദിയുണ്ട് സെക്രട്ടറി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ. ലെറ്റ് മീ നോ വെൻ ഇറ്റ് ഈസ് ഷെഡ്യൂൾഡ്, എപ്പോഴാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് എന്നോട് പറഞ്ഞു തരൂ എന്ന് പറയാണ് അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാ ഇതിന്റെ എല്ലാത്തിനും നമുക്കൊക്കെ തരാട്ടോ, ലാസ്റ്റ് എങ്ങനെയാന്നുള്ളതൊക്കെ തരാട്ടോ. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റർ എഴുതാനാണ് കേട്ടോ. ലെറ്റർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. ലെറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര തരം ലെറ്റർ ഉണ്ട്? 3, 4, 5 ലെറ്റർ ഒക്കെ ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര തരത്തിലാണ് ലെറ്റേഴ്സ് പഠിച്ചേക്കുന്നത്? 2 തരത്തിൽ അല്ലേ. അതാ സാറ് വരെ കാണിക്കുന്നുണ്ട് 2 അല്ലേ. 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചേക്കുന്നത്. പഠിച്ച സാർ ഒരാളെ എനിക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞത്. അതിത്രി ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ആയിരുന്നാ? അല്ല സോറി, ഇപ്പൊ എനിക്കുള്ളോ? ഏയ് അല്ല, കുറച്ചേരെ. സ്കൂൾ ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചു. ഓർക്ക വരുന്നുണ്ടോ? ഏയ് അതാ ഗുഡ് മോർണിംഗ് പറയുന്നല്ലേ. അപ്പൊ ഗുഡ് നൈറ്റ് ആയിരുന്നല്ലോ പറയേണ്ടത്. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ലെറ്റർ എത്ര തരം ഉണ്ട്? 2 തരം. ഏതൊക്കെയാണ്? ഫോർമലും ഫോർമലും ഇൻഫോർമലും. എന്താണ് ഫോർമല്? ഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മള് വലിയ ആൾക്കാർക്കൊക്കെ, വലിയ ആളുകളോ? പ്രായത്തിൽ മൂത്ത ആളുകൾ കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ പൊക്കത്തിൽ വലിയ എന്താ പറയാ മിനിസ്റ്റർ ഒക്കെ ഇല്ലേ, മിനിസ്റ്റർ ഒക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെ. വലിയ ഹൈറ്റ് ഒക്കെ വിചാരിക്കില്ലേ മിസ്റ്റർ, അതൊരു സങ്കടമായിരുന്നു. ഓക്കെ, എന്തായാലും ആവട്ടെ. നമ്മൾ വലിയ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബഹുമാനിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ലെറ്റർ ആണ് ഫോർമൽ ലെറ്റർ. അങ്ങനെയാണെങ്കിൽ ഇൻഫോർമൽ എന്തായിരുന്നു? അത് നമ്മള് കൂട്ടുകാർക്കൊക്കെ അയക്കുമ്പോ, നമ്മൾ ഫ്രണ്ട്സിന് അയക്കുന്ന ലെറ്റർ അല്ലെ. അച്ഛൻ അയക്കുന്ന ലെറ്റർ ഇൻഫോർമൽ ആണോ ഫോർമൽ ആണോ? ഇൻഫോർമൽ. ഇൻഫോർമൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താണ് പ്രിൻസിപ്പളിന് അയക്കുന്ന ലെറ്റർ ഇൻഫോർമൽ ആണോ ഫോർമൽ ആണോ?
ഫോർമൽ. ഫോർമൽ ആയിരിക്കും. ഓക്കെ, മിടുക്കി, കറക്റ്റ് ആണ്. അപ്പൊ ഫോർമൽ ഇൻഫോർമൽ അറിയാലോ എന്താണെന്നുള്ളത്. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ലെറ്റർ ആണ്. അച്ഛനമ്മനെ ബഹുമാനിക്കാത്ത കുഴപ്പമില്ല കേട്ടോ. അച്ഛനമ്മനോട് നമുക്ക് ബഹുമാനുണ്ട്, ബഹുമാനത്തിലും കൂടുതൽ നമുക്ക് അവരോട് സ്നേഹമാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇൻഫോർമൽ എന്ന് പറയുന്നത് കേട്ടോ. ഇൻഫോർമൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അല്ലെ, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഫ്രണ്ട്സ് സുഹൃത്ത് ഒന്ന് തന്നെ, നമ്മുടെ പാരന്റ്സിനെ ഒക്കെ കൊടുക്കുന്നതാണ് നമ്മളുടെ ഇൻഫോർമൽ എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. വെറുതെ തോന്നിയേ പോലെ എഴുതിയാൽ നമുക്ക് ഒന്നിനും മാർക്ക് കിട്ടില്ല. നമുക്ക് ഫോർമാറ്റ് നോക്കാം. ഫോർമൽ ലെറ്ററിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. ഒരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയ ഫോർമാറ്റ് ആണ്. ആദ്യം മക്കൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കുന്നത് 2 ആണോ മിസ്സേ, ഫ്രം ആണോ മിസ്സേ എന്നുള്ള ഡൗട്ട് വരും. 2 ആണോ ഫ്രം ആണോ എന്നുള്ള ഡൗട്ട് വേണ്ട. ആദ്യം നിങ്ങൾ എഴുതുന്നത് സെന്ററിന്റെ പേരാണ്, അയക്കുന്ന ആളുടെ പേരാണ് എഴുതുന്നത് കേട്ടോ. മിസ് ഇപ്പൊ ഒരു ലെറ്റർ അയക്കുകയാണെങ്കിൽ മിസ്സിന്റെ പേരാണ് ഞാൻ ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? മിസ്സിന്റെ അഡ്രസ്സ് കൊടുക്കണം. എന്നാണോ ഞാൻ ഈ ലെറ്റർ ഇരുന്ന് അയക്കുന്നത് ആ ഒരു ഡേറ്റ് ഞാൻ ഇവിടെ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അപ്പൊ ഇന്നാണ് ഞാൻ ലെറ്റർ അയക്കണം. മിസ് പറയാണ് അന്നഗ എന്നുള്ള കൊടുത്തു, എന്റെ അഡ്രസ് കൊടുത്തു, വിന്നേഴ്സ് കോച്ചിങ് സെന്റർ എന്ന അഡ്രസ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇന്നത്തെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഇന്ന് എത്രാം തീയതിയാണ് സാറേ? 5-ാം തീയതിയാണ്. ഓക്കെ, 5 ജൂലൈ എന്നുള്ള കാര്യം ഞാൻ ഇവിടെ കൊടുത്തു. 5 ജൂലൈ 5th ജൂലൈ 2026 എന്ന് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യും? നെയിം ഓഫ് ദ റിസീവർ, ആർക്കാണോ അയക്കുന്നത് അവർക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഒരാളെ എനിക്ക് അന്ന് കാണിച്ചത്, ആർക്കാണ് കൊടുക്കാം? നമുക്ക് ആരുടെ പേര് കൊടുക്കാം? ദിയയ്ക്ക് കൊടുക്കാം അല്ലെ. അപ്പൊ ദിയയുടെ പേര് ഞാനിവിടെ ഏതാണ്? ദിയ എന്ന് ഞാനിവിടെ കൊടുത്തു. ദിയയുടെ അഡ്രസ് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ദിയ അഡ്രസ് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എനിക്ക് അറിയാത്ത കുഴപ്പമില്ല, എനിക്ക് ഞാൻ വെളിപ്പെടുത്തുന്ന വെച്ചിട്ടാട്ടോ. ഓക്കെ, ദിയയുടെ അഡ്രസ് ഞാനിവിടെ ഇങ്ങനെ എഴുതാണ്. ദിയയുടെ അഡ്രസ് എഴുതിയിട്ട് സല്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റെസ്പെക്റ്റഡ് സാർ ഓർ മാഡം എന്ന് നമ്മൾ പറയാറില്ലേ, ആ സാധനമാണ് സല്യൂട്ടേഷൻസ് കേട്ടോ. അപ്പൊ റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുത്തു. സബ്ജക്ട് എഴുതാൻ മറക്കരുത്. കാരണം ഈ ഫോർമൽ ലെറ്ററിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് വലിയ വല്ല പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ CM-നൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തോന്നിയ പോലെ ഇങ്ങനെ എഴുതി വന്നാൽ ലെറ്റർ മുഴുവൻ വായിച്ചിരിക്കാനുള്ള ടൈം അവർക്കുണ്ടോ? ഇല്ല. അപ്പൊ എന്താണോ കാര്യം, ചിലപ്പോൾ അവർക്ക് അൺനോൺ ലെറ്റേഴ്സ് ഒക്കെ വരില്ലേ, ആവശ്യമില്ലാത്ത ലെറ്ററുകളും ആവശ്യമുള്ള ലെറ്ററുകളും പലതും വരുന്നുണ്ട് അവർക്ക്. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള നല്ല ഇൻഫോർമേറ്റീവ് ലെറ്റർ തന്നെയാണോ എന്ന് ഏതിലൂടെയാണ് അവർ മനസ്സിലാക്കുക? സബ്ജക്റ്റിലൂടെയാണ്. അപ്പൊ സബ്ജക്റ്റ് നിർബന്ധമായിട്ട് നമ്മൾ എഴുതിയിരിക്കണം കേട്ടോ. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഇൻട്രൊഡക്ഷൻ എഴുതണം. എന്താണ് നിങ്ങൾ എഴുതണം? നമ്മൾ പറയും അല്ലേ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാല്ലേ. അതൊന്നും നമ്മൾ ഫോർമൽ എഴുതാൻ പാടില്ല കേട്ടോ. അതെന്താണ് നമ്മൾ പ്രിൻസിപ്പളിന് സുഖമല്ലേ എന്നൊന്നും ചോദിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ എന്തായാലും ഇൻട്രൊഡക്ഷൻ എഴുതുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ബോഡിയിൽ എഴുതുന്നു. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള എന്താണ് നിങ്ങൾ അതിനെ ആക്ഷൻസ് ഒക്കെ ടേക്ക് ചെയ്യും എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും? കൺക്ലൂഡ് ചെയ്യും. കോംപ്ലിമെന്ററി ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ എന്താണ് വിത്ത് റിഗാർഡ്സ് എന്ന് പറയുന്ന സാധനം. വിത്ത് റിഗാർഡ്സ് ആണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ വിത്ത് റിഗാർഡ്സ് എന്ന് പറയാ. എന്നിട്ട് എന്ത് ചെയ്യാ? നമ്മുടെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാം. വീണ്ടും പേര് എഴുതാൻ നിൽക്കരുത്. പേര് ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ, അതുകൊണ്ട് വീണ്ടും പേര് എഴുതി നമ്മൾ പേജ് നിറയ്ക്കരുത്. നമ്മൾ ഇവിടെ എന്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി? നമ്മുടെ STD സിഗ്നേച്ചറും കാര്യങ്ങളും മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ മനസ്സിലായില്ല എന്തൊക്കെയാ? സെന്ററിന്റെ പേര്, അഡ്രസ്, എന്നാണോ ലെറ്റർ എഴുതുന്നത് ആ ഒരു ഡേറ്റ് എഴുതണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണോ അയക്കുന്നത് അവരുടെ പേര്, അഡ്രസ്, സല്യൂട്ടേഷൻ, റെസ്പെക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതാണ് സല്യൂട്ടേഷൻ. സബ്ജക്റ്റ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ബോഡി കൊടുക്കുക, കൺക്ലൂഷൻ കൊടുക്കുക. അതായത് 3 പാസേജിൽ വേണം എഴുതാനായിട്ട്. ലാസ്റ്റ് എന്ത് ചെയ്യണം? കോംപ്ലിമെന്ററി ക്ലോസ്, അതായത് വിത്ത് റിഗാർഡ്സ് എന്ന് പറയാ. STD കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. പറഞ്ഞുതരാം. എന്നിട്ട് എനിക്ക് നിങ്ങളെ കുറച്ച് പേരെ കുറിച്ച് പൊക്കാനുണ്ട്. ഓക്കെ, അടുത്ത ഒരെണ്ണം കൂടി നോക്കാം. ഫോർമലിന് കിട്ടിയില്ലടാ ഫോർമാറ്റ് കിട്ടിയില്ല. അതൊരു പ്രാസ് ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത നമുക്ക് നോക്കാം. ഇൻഫോർമൽ ഒന്ന് നോക്കാം കേട്ടോ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് എഴുതുന്ന ലെറ്റർ ആണ്. നമ്മുടെ പാരന്റ്സിനായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ, അവർക്കൊക്കെ എഴുതുന്ന ലെറ്റർ ആണ്. അതിന് പോയിട്ട് നമ്മൾ എന്ത് മണ്ടത്തരം എഴുതി വെച്ചാലും നമ്മുടെ സുഹൃത്തുക്കൾ വായിക്കില്ലേ. അപ്പൊ സബ്ജക്റ്റ് ഒക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇന്ന കാര്യം എഴുതാൻ വേണ്ടിയാണ് ലെറ്റർ അയക്കുന്നത് എന്നൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് മണ്ടത്തരം എഴുതിയാലും അവർ വായിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പേര് എഴുതാ, നമ്മുടെ അഡ്രസ് എഴുതാ, എന്നാണോ അയക്കുന്ന ആ ഒരു കാര്യം കൊടുക്കുക. സല്യൂട്ടേഷൻ, ഇവിടുത്തെ സല്യൂട്ടേഷൻ നമ്മൾ ഡിയർ എന്നാണ് ഉപയോഗിക്കുക. പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളി, പ്രിയപ്പെട്ടവരെ എന്നൊക്കെ എഴുതില്ലേ, അതാണ് കേട്ടോ ഡിയർ കൊടുക്കുക. വീണ്ടും നമ്മൾ ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല, സബ്ജക്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ബോഡി കൊടുത്ത് അങ്ങ് തുടങ്ങാം. നമുക്ക് പറയാനുള്ള കാര്യം സിമ്പിൾ ആയിട്ട് നമ്മൾ ഒറ്റ ഒരു പാസേജിൽ അങ്ങ് എഴുതി വെക്കുക. അല്ലാണ്ട് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ അങ്ങനെ ഒന്നും എഴുതണം കേട്ടോ. നമ്മുടെ കാര്യം എന്താണോ അത് അങ്ങോട്ട് കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വിത്ത് ലവ് അല്ലെങ്കിൽ സ്നേഹത്തോടെ അല്ലെങ്കിൽ വിത്ത് ഫെയ്ത്ത്ഫുള്ളി അല്ലെ, ഫെയ്ത്ത്ഫുള്ളി നിങ്ങളുടെ സുഹൃത്ത് എന്ന യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അതൊക്കെ കൊടുക്കുക. നിങ്ങളുടെ പേര് പിന്നെ ഇവിടെ എഴുതി കേട്ടോ. വീണ്ടും നമുക്ക് എഴുതാം, നമ്മുടെ സുഹൃത്തിന് എഴുതുന്നില്ലേ, അപ്പൊ നമുക്ക് കൊടുക്കാം കേട്ടോ. വേഗം ഒന്ന് ചാടി എഴുന്നേറ്റ് ഇത് ഇവിടെ മന്തി കഴിച്ച് ഇൻഫോർമൽ ലെറ്റർ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചില്ല അല്ലെ. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. ഒറ്റ മിനിറ്റ്. ഓക്കെ,
യെസ്. ആരുടെ തമ്മിലുള്ള ലെറ്റർ ആണെന്നുള്ളത് നമ്മൾ വായിച്ചില്ല. ലെറ്റർ ആണെന്ന് മാത്രമേ നമ്മൾ വായിച്ചുള്ളൂ. ആരുടെയാണ് നമ്മൾ വായിച്ചില്ല. ആരുടെ ലെറ്റർ ആണെന്ന് നോക്കിയേ. ഇമാജിൻ ചാപ്ലിൻ റൈറ്റ്സ് എ ലെറ്റർ ടു എ ഫ്രണ്ട്. ഫ്രണ്ടിനാണ്. അപ്പൊ ആർക്കായിരിക്കും? ഫോർമൽ ആയിരിക്കും, ഇൻഫോർമൽ ആയിരിക്കോ? ഇൻഫോർമൽ ആയിരിക്കും അല്ലേ? അപ്പൊ ചാപ്ലിൻ എഴുതുന്ന കാര്യമാണ്. ആർക്കാണ് എഴുതുന്നത്? ഫ്രണ്ടിന് എഴുതുന്നതാണ്. ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഫോർമാറ്റ് ഏതാണ്? സാർ ഏത് മൂവ് ആവുന്നില്ലല്ലോ, ഒറ്റ മിനിറ്റ് ഒന്ന്. യെസ്. എന്താണ് നമുക്ക് ഇവിടെ ഇതാണ് എഴുതുന്നത്. ഇൻഫോർമൽ ആയിട്ട് ഇതിനെ വായിക്കാം. മിസ് എന്ന് പറഞ്ഞ് വേവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വായിക്കണം, വെറുതെ ഇരിക്കാൻ പാടില്ല. എല്ലാവരും വായിക്കാം. ഒരാൾ എനിക്ക് വായിച്ചു തരിക. അൻമിത എന്നാണോ? ഓക്കെ, എനിക്ക് നല്ല പരിചയമുള്ള മുഖം. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു മിസ്സിന്റെ മുഖത്ത് പെട്ടെന്ന്. ഓക്കെ, വായിച്ചാ. ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആയോ? ഗുഡ് ഈവനിങ് ഒക്കെ ആവാറായി അല്ലേ? ഓക്കെ, ഗുഡ് ഈവനിങ്. വായിക്കട്ടെ. വായിച്ചു. Flat 23, William Tower, 8th Lane, Wilbur Street, London, 9th June 2023. Dear Tony, I hope you are well. I wanted to share something special with you. Recently, I had the honor of meeting Mahatma Gandhi. He is really an awesome personality. I was wondering why he was against machinery. My question delighted Gandhiji, and he explained to me that he wanted to restore the peasant population of India who was suffering from unemployment. He said that every nation should be self-contained in clothes and food. India was self-contained and wanted to be so again. His views about serving society influenced me a lot. I too wanted to do something to help the needy in our society. We will plan something when we meet next time. Meeting him was truly enlightening, and I look forward to carrying his teachings forward in my life and career. Hope we can meet soon. Warm regards, yours lovingly, Charlie. യെസ്, മിടുക്കി. സൂപ്പർ ആയിട്ട് വായിച്ചു. അടിപൊളിയായിട്ടാണ്. നല്ല മിടുക്കിയായിട്ട് വായിക്കുന്നുണ്ടല്ലേ? നല്ല വായിച്ചൊക്കെ നല്ല പരിചയമുണ്ട്. പഠിച്ചിരുന്നത് കാണാപ്പാടം ഫുള്ളിരുന്ന് നമുക്ക് വായിച്ചു. നല്ല അല്ലെ? വായിച്ചത് എന്തായിരുന്നു ഫുഡ്? നല്ല ചിരിച്ചിരിക്കുന്നുണ്ടല്ലോ. ചോറും സാമ്പാറും മീൻ വറുത്തതും. ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണി. ബിരിയാണി. ഇന്നത്തെ ഇത്ര സന്തോഷം കിട്ടിയില്ലേ? ബിരിയാണി കിട്ടിയില്ലെങ്കിൽ, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ചോറും സാമ്പാർ കിട്ടിയാലും അവർക്ക് സന്തോഷം. മിടുക്കിയാണ് അവള് അല്ലെ? ചിരിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയില്ലേ ഇൻഫോർമൽ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത്? എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ ചാർലി ചാപ്ലിന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കാനല്ലേ? ഡിയർ ടോണി, ഐ ഹോപ്പ് യു ആർ വെൽ. നിനക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു. ഐ വാണ്ട് ടു ഷെയർ സംതിങ് വിത്ത് യു. അല്ലെ? സ്പെഷ്യൽ കാര്യം എനിക്ക് നിന്നോട് പറഞ്ഞു തരാനുണ്ട്. എന്താ പറയാനുള്ളത്? ഞാൻ ഗാന്ധിജിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ഓസം പേഴ്സൺ ആണല്ലേ? ഭയങ്കര അടിപൊളി മനുഷ്യനാണ്, പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് ഗാന്ധിജി. പിന്നെയോ അദ്ദേഹം എന്തുകൊണ്ടാണ് മിഷനറിക്ക് എഗെയിൻസ്റ്റ് ആയി എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലേ? അപ്പൊ എന്താണ് പോപ്പുലേഷനെ കുറിച്ചിട്ടും, ഇന്ത്യയുടെ പോപ്പുലേഷനെ കുറിച്ചും, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റിന്റെ സഫർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്, അതായത് തൊഴിലില്ലായ്മയ്ക്ക് ആളുകൾ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗാന്ധിജി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെയോ സെൽഫ് കണ്ടെയ്ൻമെന്റ്സിനെ കുറിച്ച്, നമ്മൾ സ്വന്തം നമ്മുടെ നാഷൻ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ മറ്റുള്ള ആളുകളെ ആശ്രയിക്കാൻ വേണ്ടി പാടില്ല. എന്തിനൊക്കെ? ക്ലോത്തിനും അതുപോലെ ഫുഡിനും. നമ്മൾ വേറൊരാളെ ആശ്രയിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഗാന്ധിജി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെയോ ഗാന്ധിജി വീണ്ടും എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നല്ലേ? ഓരോരോ കാര്യങ്ങൾ, ഇന്ത്യക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് ഗാന്ധിജി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാന്ധിജി എന്ത് ചെയ്തു തന്നെ? എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തത്? സൊസൈറ്റിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അല്ലെ? ഗാന്ധിജി ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അദ്ദേഹത്തിന്റെ പല പല കാര്യങ്ങളും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു മീറ്റിംഗ്, അദ്ദേഹവുമായിട്ട് നടത്തിയ ഒരു കൂടിക്കാഴ്ച എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പഠിപ്പിച്ചെന്ന ജീവിതത്തെ കുറിച്ച് അദ്ദേഹം എനിക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചെന്നോ അതൊന്നും ഞാൻ മറക്കില്ല, അതൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വാം റിഗാർഡ്സ് യുവേഴ്സ് ലവിംഗ്ലി എന്ന് പറഞ്ഞിട്ട് പേര് എഴുതി വെക്കാം. ഇവിടെ പേരുണ്ട്, ചാർലി എന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ചാർലി എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡയറി നമ്മൾ കുഞ്ഞിലെ തൊട്ട് പഠിക്കുന്നതാണ് അല്ലെ? ഡയറി എഴുതാൻ, ഡയറിയുടെ ഫോർമാറ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്നതാണ്. യെസ്, ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത്? എനിക്ക് ഫോർമാറ്റ് ഒന്നും ഒരാൾ കുഞ്ഞിലെ പഠിക്കുന്ന ആയതുകൊണ്ട് ഒന്നും എനിക്ക് പറഞ്ഞു തന്നേ. ഫാത്തിമ. ഗുഡ് ആണ് എന്തായാലും. വി ഓൾ ഗുഡ് അല്ലെ? ഓക്കെ. എന്നാ ഡയറിയുടെ ഫോർമാറ്റ് പറട്ടെ. ഡേറ്റ് വേണം. നിർബന്ധമുണ്ടോ? ഡയറിയോ?
ആർക്ക് വേണ്ടി എഴുതുന്നുള്ള പേര് വരുന്ന ഡയറി. മറന്നു, എന്നെ കണ്ട് പേടിച്ചോ? എത്ര ചിരിച്ചിരിക്കുന്ന എന്നെ കണ്ട് പേടിച്ചോ? ഞാൻ കുറച്ച് ക്രൂരിയാവട്ടെ, അങ്ങനെയാണ് ചിരിക്കട്ടെ എന്നാ പിള്ളേര്. ചിരിച്ചിരുന്ന നിങ്ങൾക്കൊക്കെ പേടിയാവാ. ആ പറഞ്ഞോ. സാരില്ല, അപ്പൊ പോട്ടെ പോട്ടെ പോട്ടെ. എന്തായിരുന്നു ഫുഡ്? എനിക്ക് എല്ലാവരുടെ ഫുഡൊക്കെ അറിയണമെന്നുണ്ട്. എന്തായിരുന്നു ഫുഡ്? ആ അതാണെല്ലാം മറന്നുപോയത്. ക്ലാസ് കഴിഞ്ഞ ഉടനെ ബ്രേക്കിന് ഫുഡ് കഴിച്ചണോ കേട്ടാ. അടിയിട്ടും എത്ര മണിയെ ഫുഡ് കഴിക്കാണ്ടിരിക്കുക. പഠിക്കാനുള്ള ആത്മാർത്ഥത തൊരല്ലേ, ആരും തൊരയിലങ്ങിരിക്കും. ഓക്കെ, പഠിക്കാൻ ആത്മാർത്ഥമുള്ളവരെ ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല, പക്ഷെ ബ്രേക്കിന് പഠിക്കണം കേട്ടാ. അടുത്തൊരു മെഡിക്കൽ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്നുണ്ടല്ലോ. അമൃത അല്ല, അഷിത. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഡയറിയുടെ ഫോർമാറ്റ് പറയട്ടെ. വീണ്ടും സ്റ്റേക്ക് ആയി. ഇല്ല ഇല്ല പറഞ്ഞു. ഡേറ്റ്. ഡിയർ ഡയറി. അനിയനുണ്ടോ വീട്ടില്? അനിയനുണ്ടോ? അനിയത്തി ഉണ്ട്. അനിയത്തി എത്രാം ക്ലാസ്സിലാ? 7-ലാണോ 5-ലാണോ 6-ലാണോ? അതതിലും ചെറുതാണോ? 4-ല്. അതാണോ ഡിയർ ഡയറി വന്നത്? അതാണോ ഡിയർ ഡയറി വന്നത്? അല്ലല്ല, അല്ലാണ്ട് വന്നു. എനിക്കറിയാം, പക്ഷെ ഡിയർ ഡയറിയുടെ ആവശ്യം ഉണ്ടെന്ന് അല്ലെ. ഡിയർ ഡയറിയുടെ ആവശ്യം നമുക്ക് ഇപ്പിനി ഇല്ലാട്ടോ. നമ്മളിപ്പോ 9-ലായി, നമുക്കിനി ഡിയർ ഡയറിയുടെ ആവശ്യം ഇല്ലാട്ടാ. കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഡയറിനോട് പറയുന്നല്ലേ പ്രിയപ്പെട്ട ഡയറി അല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് ആവശ്യം വേണമെങ്കിൽ എടുത്ത് കളയാം, മെയിൻ എക്സാമിനൊക്കെ എടുത്ത് കളയാട്ടാ. പിന്നെ അതിനെന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞേ. നമ്മുടെ ഫീലിങ്സ് അങ്ങോട്ട് തുറന്നെഴുതുക. നമ്മൾ നമ്മുടെ ഡയറിനല്ലേ, മറ്റുള്ളവരുടെ ഡയറിയിലല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് തുറന്നെഴുതുക. പിന്നെ എന്തേലും എഴുതണോ? ആ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണോ തോന്നുന്നത് അത് അങ്ങോട്ട് എഴുതി വെക്കുക അല്ലെ. അങ്ങോട്ട് വാരി വെച്ച സാധനങ്ങൾ എഴുതി വെക്കുക അല്ലെ. ഓക്കെ, മിഡിക്ക് ഡിയർ ഡയറി ഒഴിച്ചാൽ ബാക്കി എല്ലാം മിഡിക്കായിട്ട് പറയുന്നത്. ആൾക്ക് കുഴപ്പമില്ല, ആൾക്കൊരു അന്യത്തിലുള്ളോണ്ടാട്ടോ, വേറെ ആൾക്ക് തെറ്റ് പറ്റിയതേ അല്ല. ഓക്കെ, നമുക്കപ്പോ ഫോർമാറ്റ് ഒന്ന് നോക്കാം. എന്താണ് ഡയറിയിൽ എഴുതേണ്ടതെന്ന് സാർ ഏത്? ഓക്കെ, യെസ്. ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇതാണ് നമ്മുടെ ഡയറി. അതൊരു ടിപ്പാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്, കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഡേറ്റ് എഴുതാ, മന്ത് എഴുതാ, ഇയർ എഴുതാ, ദിവസം എഴുതാ. അറിയാവുന്നുണ്ടെങ്കിൽ മാത്രം ഇത് മാത്രം ഇങ്ങനെ വലിച്ചു വാരി എഴുതിയാൽ കേട്ടോ. ഇപ്പൊ ഇന്നത്തെ ഡയറിയാണ് എഴുതുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ. ഇന്നത്തെ ഡേറ്റ് അറിയാം, 5, മന്ത് ജൂലൈ, ഇയർ 2026, ഡേ ഏതാണ്? സൺഡേ. ഓക്കെ, അപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം മിസ് ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു വാരി എഴുതുള്ളൂ. എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ ചാപ്ലിന്റെ ഡയറി ഒക്കെ ചോദിക്കാണ്, ഡേറ്റ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ മക്കൾ എന്ത് ചെയ്തിട്ട് വെറുതെ തോന്നിയ പോലെ എഴുതി വെക്കാൻ നിൽക്കണ്ട. ഡേറ്റും മന്തും മാത്രം എഴുതിയാൽ മതി. ഇതങ്ങോട്ട് എഴുതണം നിർബന്ധമില്ല കേട്ടോ. എന്തായാലും ഡേറ്റ് എന്നുള്ള സാധനം നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ പറയാനുള്ളത് അത് മൊത്തം ഇവിടെ അങ്ങോട്ട് എഴുതി വെക്കാം. ഒരൊറ്റ സിംഗിൾ പാസേജിൽ എഴുതിയാൽ മതി. പിന്നെ എല്ലാവരോടും മക്കളോട് പറയുന്ന ഒരു കാര്യമാണ്, ഡയറി എഴുതുമ്പോൾ കോമഡി ആയിട്ട് തോന്നും, ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കാം മിസ് എന്നൊക്കെ തോന്നും. പക്ഷെ മക്കൾ എഴുതി അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ബോക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ബോക്സ്. അത് മിസ് എല്ലാവരോടും പറയാറുണ്ട്. ഡയറി എഴുതുമ്പോൾ ഒരു ബോക്സിന്റെ ഉള്ളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഒരു ബോക്സ് അല്ലേ, ആ ബോക്സിന്റെ ഡയറി ഒക്കെ അങ്ങനെയല്ലേ, ഒരു ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതുപോലെ ഒരു ബോക്സ് എക്സാമിന് എടുക്കുമ്പോൾ ഒരു ബോക്സ് അങ്ങ് വരയ്ക്കുക, ഔട്ട്ലൈൻ വരയ്ക്കുക. അതിന്റെ ഉള്ളിലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഈ ബോഡി എഴുതുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്, വിട്ടു പോവാതിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാല് മക്കൾ എന്ത് ചെയ്തിരിക്കണം? മക്കളുടെ ഇമോഷൻസ്. ഇപ്പൊ ഞാനാണ് ലെറ്റർ ചെയ്തേ, സോറി, ഞാനാണ് ഡയറി ചെയ്തെങ്കിൽ എന്റെ ഇമോഷൻസ് ആണ് ഫുള്ള് ഞാൻ ഇതിൽ എഴുതി വെക്കേണ്ടത് അല്ലെ. എനിക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് ആ ഒരു ഇമോഷൻസ് മൊത്തം ഞാൻ എഴുതി വെക്കണം. എന്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കണം? ഇതിൽ ഞാൻ എഴുതിയിരിക്കണം. നിർബന്ധമായിട്ടും എന്റെ ഫീലിങ്സ്, എന്റെ ഇമോഷൻസ് ഞാൻ എഴുതിയിരിക്കണം. പിന്നെ കുറച്ച് ബ്രോക്കൺ ഫേസസ് എന്ന് വെച്ചാൽ ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാറില്ലേ, താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി എന്നൊക്കെ നമ്മൾ എഴുതാറില്ല. അല്ലെങ്കിൽ എന്താണ് വാവ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എതിരെ, അയ്യോ അയാൾക്ക് എന്ത് പറ്റിയാവോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബ്രോക്കൺ ഫേസസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇന്റർജെക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇന്റർജെക്ഷൻസ്? ഇന്റർജെക്ഷൻ എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്ന ഒച്ചയും ബഹളവും സൗണ്ടുകളൊക്കെയാണല്ലേ. നമ്മൾ ഇപ്പൊ പറഞ്ഞു വാവ്, ഹുറേ, യമ്മി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് സൗണ്ടുകൾ ഇല്ലേ, അതാണ് ഇന്റർജെക്ഷൻ. ആ സൗണ്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഉള്ളിലൊക്കെ എവിടെയൊക്കെ ആയിട്ട് കുത്തിക്കയറ്റാനൊക്കെ ആയിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മളുടെ ഡയറി അല്ലേ, അപ്പൊ നമ്മൾ എന്ത്
എന്ത് ചെയ്യാ, അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്, എന്താ നമ്മൾ പറയില്ലേ ഈ കരിക്കിൽ വെള്ളം ഒഴിച്ചത് ആരായിരിക്കും എന്ന് ചോദിക്കാറില്ലേ, അതുപോലെ ദൈവമുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് തോന്നുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കുട്ടികൾ തരിയിട്ട് കൊടുക്കുന്ന പോലെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ടിപ്പുകൾ ശ്രദ്ധിച്ച് വെക്കുക. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ് ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കുക. കുറച്ച് ബ്രോക്കൺ ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് ഒക്കെ, അതായത് കംപ്ലീറ്റ് സെന്റൻസ് ആക്കാണ്ട് കുറച്ച് അവിടെ ഇവിടെ മുറിഞ്ഞ രീതിക്കൊക്കെ എഴുതുക. കുറച്ച് ഇന്റർജെക്ഷൻ, അതായത് വാവ്, എന്താണ് ഹുറേ, താങ്ക് ഗോഡ്, ഓ മൈ ഗോഡ് എന്നുള്ള രീതിക്കുള്ള ഫ്രേസുകൾ യൂസ് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് കുറച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസം എനിക്ക് ഇനി ഉണ്ടാകുമോ എന്നുള്ള രീതിക്കൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ. ഇതാ ഒരു മോഡൽ മിസ് ഇവിടെ തരാം. മിസ്സിന്റെ കൂടെ തന്നെ വായിച്ചു പോവുക. ഒരാളെ എനിക്ക് പൊക്കി തരിക കേട്ടോ. യെസ്, ആരാണ് സാറേ വായിച്ചു തരാൻ പോകുന്നത്? അടുത്തൊരു ക്വസ്റ്റ്യനോട് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഗ്രാമർ പഠിക്കാം. അനിഹ ഗ്രാമർ കേട്ടപ്പോ വായി പിടിച്ചതാണ്. അനിഹ അത് പറഞ്ഞതും പോയി. അനിഹേ അൺമ്യൂട്ട് ചെയ്തേ. പോയി. അടുത്ത ആള് ഹാദിയ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. പോരട്ടെ, വായിച്ചോ. Monday, 10th September 1989. 1989 അതേതാ ഡേറ്റ്? 1989. അതെവിടെയാണ് 1989? 1819 തിരിച്ചു പറയുന്നോ? ഓക്കെ, എന്തെല്ലാം ആവട്ടെ, തുടക്കം തന്നെ പോയി. സാല ബാക്കി പോരട്ടെ. Today was unforked better. I met Mr. Gandhi, known as India's spiritual ambassador. He is a learned man, yet so humble and sincere. I asked why he opposed Vaishnavi. His answer touched me deeply. He wants to help peasants suffering from unemployment. Machinery, he says, would worsen their troubles. He aims for India to be self-sufficient in food and cloth, showing true patriotism and inspired. He is so selfless, willing to sacrifice his life for nation. Today's meeting motivated me to do more for our people. യെസ്, ഓക്കെ, പിടിക്കുക കേട്ടാ. നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായേ? അതും കൂടി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആളെ കൂടി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. വായിച്ചതല്ലേ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായി ഒന്ന് പറഞ്ഞേ. ഇതിന്ന് വെച്ചാല് എന്താണ്, ചാർലി ചാപ്ലിൻ ഇങ്ങനെ പറഞ്ഞു. ആരുടെ ഡയറിയായിരുന്നു? ചാർലി ചാപ്ലിന്റെ. ഓക്കെ, ബാക്കി പറഞ്ഞു. ചാർലി ചാപ്ലിൻ പറയാണോ, ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. കാര്യം ഞാൻ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസിഡർ എന്നറിയപ്പെടുന്ന ഗാന്ധിനെ മീറ്റ് ചെയ്തു. എന്താണ് അദ്ദേഹം വളരെ എന്താണ് ഹമ്പിൾ ആയിട്ടുള്ള, ഭയങ്കര എന്താണ് പാവമായിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അയാൾ മിഷണറിക്ക് എതിരെ നിൽക്കുന്നതാണ്. ഞാനത് ചോദിച്ചപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ ആൻസർ എന്നെ വളരെ ഡീപ്പായിട്ട് ടച്ച് ചെയ്തു. കാര്യം ഈ മിഷണറി വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്കും തൊഴിലില്ലാത്ത വ്യക്തികൾക്കൊക്കെ എന്താണ് തൊഴിൽ വീണ്ടും ഇല്ലാണ്ടാവുകയാണ്. അതിലൂടെ എന്താണ് നമ്മുടെ നാഷന് ഭയങ്കര ട്രബിൾസ് വരും. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യം അഥവാ ഇന്ത്യ സ്വന്തമായി എന്താണ് ഫുഡിനും ക്ലോത്തിനും വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കരുതെന്നും അതില് അയാള് പറയാണ്. നമ്മുടെ ഗാന്ധിജി ഫുള്ള് ഒരു ദേശസ്നേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ നാഷന് വേണ്ടി ഫുള്ള് ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഈ മീറ്റിംഗ് എനിക്ക് വളരെയേറെ ഗുണമായി എന്നാണ്. ഓക്കെ, മിടുക്കി, സൂപ്പർ ആയിട്ട് പറഞ്ഞു അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന് പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞത്? അൺഫോർഗറ്റബിൾ ഡേ ആണെന്ന് പറഞ്ഞു. സ്പിരിച്വൽ അംബാസിഡർ ആയിട്ടുള്ള നമ്മുടെ ഗാന്ധിനെ കണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിനെ കുറിച്ചും അല്ലെ, അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലായി. അദ്ദേഹം ഒരു ഹമ്പിൾ ആണ്, സിൻസിയർ ആണെന്ന് മനസ്സിലായി. ചാർലി ചാപ്ലിൻ മിഷണറിക്ക് എന്താണ് നമ്മുടെ ഗാന്ധി എതിരെ നിൽക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് അതിന് ഉത്തരമായിട്ട് നമ്മുടെ ഗാന്ധി പറഞ്ഞത്?
നമ്മുടെ ആളുകൾ അല്ലെ മെഷീനറീസ് വന്നു കഴിഞ്ഞ ആളുകൾക്ക് എന്ത് കിട്ടില്ല, എംപ്ലോയ്മെന്റ്, ജോലി കിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മെഷീനറിക്ക് എതിരായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഗാന്ധിജിയുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, ഫുഡിനും ക്ലോത്തിനും വേണ്ടി നമ്മൾ ആരെ ആശ്രയിക്കരുതെന്നാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ചാപ്റ്ററിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള, സെൽഫിഷിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് സെൽഫ്ലെസ് അല്ലെ. സെൽഫിഷ് എന്ന് വെച്ചാൽ എന്താ, സ്വാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യം അല്ലെ. ഇത് എന്റെ ആണെങ്കിൽ ഇത് എന്റെ തന്നെ, ഞാൻ വേറെ ആർക്കും കൊടുക്കൂല എന്ന് പറയുന്നതാണ് സെൽഫിഷ്. സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്റെ നിന്റെ എന്നൊന്നുമില്ല, ഇതെല്ലാം നമ്മുടെ എന്ന് വിചാരിക്കുന്നതാണ് സെൽഫ്ലെസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ സാക്രിഫൈസ് ചെയ്യാൻ വില്ലിങ് ആണ് അദ്ദേഹം, എന്ത് കാര്യം വേണേലും ത്യജിക്കാൻ അദ്ദേഹം റെഡിയാണ്. നീഷിന് വേണ്ടിയിട്ട് ഇപ്പൊ അല്ലെ, നമ്മുടെ ലോകത്ത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് അല്ലെ, നീഷിന് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാണ്, രാജ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാപ്ലിൻ ഇവിടെ വിവരിച്ചു പോകുന്നുണ്ട് അല്ലെ. ഇനി ടുഡേ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഈ ഒരു മീറ്റിംഗ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്തുന്നത് അല്ലെ. നമുക്ക് ഇനി ഒരെണ്ണം കൂടി നോക്കാൻ, ന്യൂസ് റിപ്പോർട്ട് നോക്കാം അല്ലെ. യെസ്, ഓക്കെ, നമുക്ക് എന്ന് ഒരെണ്ണം കൂടി ചോദിക്കാം അല്ലെ. ടയേർഡ് ആയാടാ നിങ്ങള്? ആയി എന്നറിയുന്നത് കാര്യമില്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ. കുറച്ച് ടയേർഡ്, കുറച്ച് നേരം കൂടി കഴിഞ്ഞ് ഞാൻ ബ്രേക്ക് തരാം കേട്ടാ. ഓക്കെ, നമ്മൾ 1-2 ഗ്രാമറും കൂടി പഠിച്ചിട്ട് മിസ് ബ്രേക്ക് തരാം. ഓക്കെ അല്ലേ? ഒരു കാര്യം കൂടി നോക്കാനുണ്ട്, നമുക്ക് ന്യൂസ് റിപ്പോർട്ടും കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് ഗ്രാമർ പഠിക്കാം. ഗ്രാമർ പഠിക്കുമ്പോഴാണ് ഇച്ചിരി ഉറക്കം തോന്നുക. അപ്പൊ മിസ് എന്ത് ചെയ്യാം, മിസ് ബ്രേക്ക് തരാം. ഓക്കെ, യെസ്, നമുക്ക് ന്യൂസ് റിപ്പോർട്ട് പഠിക്കാം. ഇത് ഇപ്പോഴേ തുടങ്ങി, എനിക്ക് വായിച്ചു തരാൻ റെഡി ആണെന്ന് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. കുറെ പേര് എനിക്ക് പരിചയമുള്ള കുറെ മുഖങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ സ്ഥിരം 8 9 നമുക്ക് കയറി വന്ന ടീച്ചർ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. സാറേ ന്യൂസ് റിപ്പോർട്ടിന്റെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കൊടുക്കാം. യെസ്, ന്യൂസ് റിപ്പോർട്ട് ആണ്. എന്ത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമാറ്റ് ഉണ്ട്. ന്യൂസ് റിപ്പോർട്ടിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? സാറേ ഇത് മൂവ് ആവുന്നില്ല, എനിക്കൊന്നും മാറ്റി ഇല്ല. യെസ്, ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂസ് റിപ്പോർട്ടിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമ്മളൊരു പത്രം വായിക്കുന്ന ടീംസിന് അറിയാലോ, പത്രം നമ്മൾ തുറന്നു വെക്കുമ്പോൾ തന്നെ എന്താണ് ഉണ്ടാവാറ്, ഹെഡിങ് ഉണ്ടാവും അല്ലെ. ഒരു തലക്കെട്ട് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. തലക്കെട്ടിന്റെ അടിയിലായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ബൈലൈൻ. അതായത് ഈ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ആരാണോ അവരുടെ പേരാണ് എഴുതേണ്ടത്. ഒന്നുമില്ലെങ്കിൽ സ്റ്റുഡന്റ് എഡിറ്റർ എന്നായിരിക്കും അല്ലെ. മാഗസീൻ്റെ ഒക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ സ്റ്റുഡന്റ് എഡിറ്റർ എന്നോ അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുത്തോ. കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ടേമാണ് കേട്ടോ, ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ. അതായത് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക, തൊട്ടടിയിലായിട്ട് ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ നടക്കുന്നത്, എന്നാണോ നടക്കുന്നുള്ള ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, 5 W ടൈപ്പും ഒരു H ക്വസ്റ്റ്യൻ ഇല്ലേ, അതായത് വാട്ട്, വേർ, ഹൂ, വെൻ, വിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ. അതുപോലെ ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ. ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ വരുന്ന രീതിക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ പാസേജിൽ എഴുതാട്ടോ. എവിടെയാണ്, എന്നാണ്, എപ്പോഴാണ്, ആരൊക്കെ തമ്മിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആദ്യത്തെ പാസേജിൽ എഴുതേണ്ടത്. രണ്ടാമത്തെ പാസേജിൽ നമുക്ക് എന്തിനെ കുറിച്ചാണ് വന്നേക്കുന്നത്, ഈ ബാക്കി റിമൈനിങ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ തയ്യാറാക്കണ്ടേ, ആ റിമൈനിങ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ രണ്ടാമത്തെ പാസേജിൽ തയ്യാറാക്കാം. മൂന്നാമത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു കൊട്ടേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് അതൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയായിരുന്നു എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊട്ടേഷൻ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ എൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ന്യൂസ് റിപ്പോർട്ട് ഇത്രയൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഒരു ബോക്സിൽ ഡയറി എഴുതുന്ന പോലെ തന്നെ ഒരു ബോക്സിൽ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ പത്രം വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, പത്രത്തിൽ ഇങ്ങനെ പലതിങ്ങനെ പരന്നാണ് കിടക്കുന്നല്ലോ. ഒരു ന്യൂസ് ഒരു ബോക്സിലാണ് അല്ലെ, അടുത്ത ന്യൂസ് അടുത്ത ബോക്സിൽ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഓരോ ബോക്സിന്റെ അകത്താണ് ഇതെല്ലാം തയ്യാറാക്കേണ്ടത്. അപ്പൊ ഹെഡിങ്, ബൈലൈൻ ആയിട്ട് ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ, പ്ലേസ്, ഡേറ്റ്, പിന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരങ്ങൾ, എവിടെ, എപ്പോ, എങ്ങനെ, ആര് എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ, പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടുത്തൊരു കുഞ്ഞു പാസേജിൽ, അത് കഴിഞ്ഞൊരു കൺക്ലൂഷനോടുകൂടി നമ്മൾ നിർത്താം കേട്ടോ. വായിച്ചു തരാൻ റെഡി ആണല്ലോ? എനിക്ക് വേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, വായിക്കാൻ റെഡിയാണ്, വേവ് റെഡിയാണ്, വേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാ റെഡി ആയ ആളെന്ന് വിളിച്ച സാറേ, നമ്മുടെ സ്ഥിര ആളാണല്ലോ ദേവിക അല്ലേ? യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. വായിക്കാനുള്ള സാധനം കാണിച്ചു കൊടുക്കുക സാറേ, ഒന്ന് വായിക്കാനുള്ളത് കൊടുക്കാം നമുക്ക്. എടാ എല്ലാവരും വായിക്കണോട്ടാ, ദേവിക മാത്രല്ല, ദേവിക എനിക്ക് വായിച്ചു തരും, മറ്റുള്ളവരെല്ലാവരും ഒന്ന് വായിക്കാം കേട്ടാ. യെസ്. Gandhiji praises Indian women at Morley College Hall, London, September 20, 1931. Mr. Gandhiji, the spiritual ambassador of India, made a touching speech while addressing the Women's India Council of Morley College in London. In his speech, he tried to correct various nations about the women of India. He presented a vivid picture of the
heroic part they played during the freedom struggle. Gandhiji became very emotional when he spoke about the sacrifices of the women of India. He added that no hindrances could prevent them from entering the public life. For several years, when their organizations were declared illegal and their leaders were put into prison, it was the women who came to the forefront and filled the jails. They took part in processions, defied the laws, and bore the Lathi blows without raising a little finger, bleeding profusely. They stood unflinchingly and ordered their companions not to move. When Gandhiji concluded his speech, the crowd gave him a standing ovation. യെസ്, മിടിക്ക് സ്റ്റാൻഡിങ് ഒവേഷൻ ഞാനും തന്നു. ഓക്കെ, എന്തൊക്കെയാണ് അപ്പയിൽ വായിച്ചത്? അമ്മടിക്ക് സൂപ്പർ ആയിട്ട് വായിച്ചിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ് ഇതാ ഒരു മിസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ബൈലൈൻ ഇവിടെ കൊടുത്തിട്ടില്ല മിസ്, പക്ഷെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ കൊടുക്കണം കേട്ടോ. ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ള കൊടുക്കണം. പ്ലീസ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ WSലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള എല്ലാവരും മക്കൾ വായിച്ചില്ലേ? വായിക്കാത്ത മടിയന്മാരുണ്ടോ? വായിക്കാത്ത മടിയന്മാരുണ്ടെങ്കിൽ ആരാണ് വായിക്കാത്ത മടിയന്മാരില്ല അല്ലെ? യെസ്, വായിക്കാത്ത മടിയന്മാരില്ല എന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് എന്നൊരു ഗ്രാമർ നോക്കണോ അതോ നമുക്ക് ബ്രേക്ക് കൊടുക്കണോ സാർ? ഇപ്പം ബ്രേക്ക് കൊടുക്കാം. യെസ്, എന്നാ എത്ര മിനിറ്റ് വരുന്നവർക്ക് ഒരു ബ്രേക്ക്? ഗ്രാമറിന്റെ പോർഷൻ ആണ്. ആ കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ച് എന്തൊക്കെ കാര്യങ്ങൾ തീർക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിലും പഠിക്കാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ നോക്കാലോ സാറേ? കാണിച്ചു കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നോൺ ഫ്രേസും വെർബ് ഫ്രേസും. എളുപ്പമുള്ള സാധനം അല്ലേടാ, എളുപ്പമാണ് അല്ലെ? പെട്ടെന്ന് കിട്ടുന്ന കാര്യമാണ്. മിസ് ചോദിക്കട്ടെ, ഒരാളെ വിളിച്ച് ആരാണ്? കാർത്തിക് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നില്ലേ നമ്മുടെ ടേബിളിൽ തലച്ചെടുത്തു? കാർത്തിക് എവിടെ? കാർത്തിക് രണ്ടുപേരുണ്ടോ? രണ്ടുപേരും ഞാൻ വിളിക്കേണ്ടി വരുമോ? ഏത് കാർത്തിക്കാണ്? നറുക്കെടുക്കാം നമുക്ക്. ഏത് കാർത്തിക്? ജേഴ്സിയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്, അവനെ പൊക്കാം. ആരായിരുന്നു? കാർത്തിക് സീവിനെ തന്നെ പൊക്കാം. കാർത്തിക് മറ്റേ കാർത്തിക് പേടിച്ചിരിക്കുന്നു. കാർത്തിക് സി വി, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എല്ലാം ഉണ്ട്. എടാ, എനിക്കൊരു ചോദ്യം. ഹെൽപ്പിംഗ് വെർബ് എന്ന് വെച്ചാൽ എന്താ? ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിനെ കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാനായിട്ട് ഉപയോഗിക്കണത്. അത് ഏതാണ്? എന്നൊന്നല്ല, എക്സാമ്പിൾ പറഞ്ഞു. എക്സാമ്പിള് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത്. നിനക്ക് ഇത് വെച്ച് വല്ലോ ഞാൻ അറിയും. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹെൽപ്പിംഗ് വെർബ് ആവാ? അത് എനിക്ക് വർണ്ണിച്ച് പറയുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അറിഞ്ഞൂടാന്ന്. ബ്യൂട്ടിഫുൾ അല്ല. അപ്പൊ വാസ് എന്താ? വാസിന് എന്ത് പറയും? വാസിന് എന്തിനു പറയൂ? എന്ത് പറയും? നീ എന്താ പറയാ വാസിനെ? വാസ് എന്ന് പറയും, അത് സമ്മതിച്ചു. വാസ് എന്ന് പറയുന്ന ഏതാണ്? എന്ത് പാർട്ടാണത്? ഫോട്ടോ ഒക്കെ എടുക്കുന്നില്ല. ഫോട്ടോ എടുക്കുന്നോളെ പിടിക്കണോട്ടാ. വെർബാണോന്ന്? ഇവൻ കാർത്തിക് കറക്റ്റാണ്. കാർത്തിക് CS അല്ലേ? അടുത്തൊരു വട്ടം കൂടി തന്നെ പൊക്കണുണ്ട്. അതിന് മുന്നേ ഞാൻ ആ ഫോൺ പിടിച്ചിരുന്ന ആളാണ്ടായിരുന്നല്ലോ, അനുവേട്ടെ. എന്നെ ഫോട്ടോ എടുക്കായിരുന്നോ? എടുക്കായിരുന്നോ? എന്ത് ചെയ്യായിരുന്നു? അത് വെറുതെ നോക്കിയതാ. ഭംഗി നോക്കിയതായിരുന്നോ? വെറുതെ നോക്കിയത്. എന്നാ അടുത്ത് മാറ്റിയേക്കണം. ടൈം ഫോൺ കാണരുത്. എനിക്ക് ആ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞോട്ടേ അവൻ പറയുന്നുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഹെൽപ്പിംഗ് വെർബാ മിസ്സേ, വാസ് എന്ന് പറയുന്ന വെർബാണ് മിസ്സേ എന്നൊക്കെ പറഞ്ഞു. ഹെൽപ്പിംഗ് വെർബ് എന്താന്നൊന്ന് പറഞ്ഞേ. അറിയില്ല. അടിപൊളി, ശ്രദ്ധിച്ചില്ല. ഓക്കെ, അവൻ പറഞ്ഞ കേട്ടിരുന്നോ? അത് കേട്ടില്ല, സാരില്ല, പോട്ടെ. കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അത് ആൾക്കാരൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടാ. ഇനി ഫോണിൽ കാണരുത്. ഓക്കെ, അടുത്തൊരാളെ വിളിച്ച സാറേ. ആരായിരുന്നു നമുക്ക് ഇവിടെ പറഞ്ഞുതരാനുള്ളത്? കൃതിക മിസ്. ഈ ഒരു ഹെഡിങ്ങും വെച്ച് വേറെ എന്തോ ടൈം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഹെൽപ്പിംഗ് വെർബ്. ഹലോ, ഹെൽപ്പിംഗ് വെർബ് എന്താ? പറയാൻ റെഡി ആയിട്ട് വേറെ കുറെ പേരുണ്ട് അവിടെ, വൈകിയൊക്കെ ഉണ്ട്.
ഡൂഡസ് ആമിസാറൊക്കെ അല്ലേ? ആ ഡൂഡസ് എന്നൊക്കെ പറയുന്നത് ഹെൽപ്പിംഗ് വെർബ് വരുന്നുണ്ട്. മിടുക്കി മിടുക്കി മിടുക്കി. വേറെ എന്തൊക്കെ വരുന്നുണ്ട്? ഡിഡ്, അത് പറഞ്ഞു. ഡൂഡസ്, ഡിഡ്. ഒരു 3 പേര് ഒരു ടീം. പിന്നെ ആം, ഈസാർ, ആം, ഈസാർ. ഓക്കെ, വീണ്ടും അടുത്ത ആൾക്കാര്. വില്ല്, വില്ല്, ഹാഡ്, ഹാവ്, ഹാഡ്. ഓക്കെ പറയുന്നുണ്ട്. മിടുക്കിയാണ്. അവൾ ആലോചിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം. തുടക്കത്തെ ആൾക്കാരെ പറയാം നമുക്ക്. ആം, ഈസ്, ആർ. ആദ്യത്തെ 3 പേര്. രണ്ടാമത്തെ 3 പേരെ നമുക്ക് നോക്കാം. വാസ് ഉണ്ട്, പിന്നെ വേറുണ്ട് അല്ലെ. ആം, ഈസ്, ആർ ആദ്യത്തെ ആൾക്കാര്. രണ്ടാമത്തെ ആൾക്കാര് വാസും വേറും. മൂന്നാമത്തെ ആൾക്കാർ ഇതാ നേരത്തെ പറഞ്ഞല്ലോ, ഡു, ഡസ്, ഡിഡ്. നാലാമത്തെ ആൾക്കാര് ഹാസ്, ഹാവ്, ഹാഡ് എന്ന് പറയുന്നത്. പിന്നെ അതും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഈ പറഞ്ഞ വില്ല്, ഷാള്, ക്യാന്, മേ എന്ന് പറയുന്നത്. ഇവരുടെ ഒക്കെ പാസ്റ്റ് ടെൻസ് എന്താണ് വരിക? വില്ലിന്റെ പാസ്റ്റ് ടെൻസ് വുഡ്, ക്യാന്റെ പാസ്റ്റ് ടെൻസ് കുഡ്, ഷാളിന്റെ പാസ്റ്റ് ടെൻസ് ഷുഡ്, മേയുടെ പാസ്റ്റ് ടെൻസ് മൈറ്റ്. പിന്നെ മസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള ഹെൽപ്പിംഗ് വെർബുകൾ. ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നോ നോക്കട്ടെ. ഇപ്പൊ തന്നെ ചൂടോടുകൂടി ഒരാളെ പൊക്കിയ സാറേ. ഐറിൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞു, സമ്മതിച്ചു. ഇനി അറിഞ്ഞൂടാന്ന് പറയരുത്. ഇനി പറഞ്ഞു നീ ഐറിൻ. ഗുഡ് ഈവനിങ് മിസ്സേ. വെരി ഗുഡ് ഈവനിങ്. കുറെ ചിങ്ങ സർക്കിൾ ഒക്കെ ഉണ്ടല്ലോ ഷർട്ടുമോ. കുറെ കാര്യങ്ങൾ ഇങ്ങനെ സർക്കിൾ ആയിട്ട് എഴുതിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബുകള്? ഈസ്, ആമ, ആറ്, വാസ്, വേറെ, ഹാഡ്, ഹാവ്, ഹാസ്, ഡുവ, ഡസ്, ഡിഡ്, ഷാള്, ബില്ല്, ക്യാൻ. അതൊക്കെയല്ലേ? അതൊക്കെയാണ്. ബാക്കി കൂടി പോട്ടെ. ഷാള്, വില്ല്, ക്യാന്. ഇനി അതിനുള്ള ഒരാളും കൂടി ഉണ്ട്. വുഡ്, ഷാള്, വില്ല്, ക്യാന്, മസ്റ്റ്. മസ്റ്റ്. ഇല്ലേ? പക്ഷെ ആ ലൈനിൽ വരുന്ന ആളാണോ? വില്ല്, ക്യാൻ, ഷാള്. മറന്നു. ഷുഡ്. അതൊന്നും ആ ലൈനിലുള്ള ആളല്ല. പക്ഷെ സംഭവം ഹെൽപ്പിംഗ് ലൈൻ തന്നെയാ. പക്ഷെ ആ ലൈനിലുള്ള ആളല്ല. മൈറ്റ് വേറെ. ഓക്കെ, ഇനി അതിന്റെ ഒക്കെ ബാക്കിലുള്ളതൊക്കെ പറഞ്ഞ. വില്ലിന്റെ പാസ്റ്റ് ടെൻസ്. വില്ലിന്റെയോ? വുഡ്. ഷാളിന്റെ. ഷുഡ്. ക്യാന്റെ. കുഡ്. മേയുടെ. മൈറ്റ്. ഇനി മസ്റ്റ് എന്ന് പറയുന്ന വേറൊരാളും കൂടി ഉണ്ടായിരുന്നു അല്ലെ. മിടുക്കി. ഓക്കെ, അപ്പൊ കിട്ടിയില്ലേടാ ഹെൽപ്പിംഗ് വെർബിന് ഏതാന്ന് ആരെങ്കിലും ചോദിക്കും. അറിഞ്ഞൂടാന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്തരുത് കേട്ടോ. ഓക്കെ, ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു സാധനങ്ങൾ അല്ലെ? ഈസ്, വാസ്, ആറ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, മസ്റ്റ്, വില്ല്, വുഡ്, ക്യാന്, കുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഇവരൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ്. മീൻസ് എന്തിനു വേണ്ടിയാണ് നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ് എന്ന ഹെഡിങ്ങും കൊടുത്തിട്ട് ഈ ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ച് ചോദിച്ചതെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ടിപ്പാണ്. ഇത് ഞാൻ എല്ലാ ക്ലാസ്സിലും കൊടുക്കാറുണ്ട്. 8ാം ക്ലാസ്സിൽ നമ്മുടെ കൂടി ഉണ്ടായിരുന്ന ടീംസിന് അറിയാവുന്നതായിരിക്കും. മിസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇത് എല്ലായിടത്തും പ്രാക്ടിക്കൽ ആവണം എന്നില്ല മക്കള്. പക്ഷെ ഇത് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് മിക്ക സമയത്ത് ഒരു 80% നമുക്ക് വരാറുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്കൊരു സെന്റൻസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൊടുക്കാം, എന്നിട്ട് കാണിച്ചു കൊടുക്കാം അല്ലെ എങ്ങനെയാണ് വരിക എന്നുള്ളത്. സാറേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കാം. ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് വായിക്കാം. Pick out the noun phrase in the subject position and verb phrase from the following sentence. എന്താ ചോദിച്ചേക്കുന്നേ? സബ്ജക്റ്റ് പൊസിഷനിൽ നിന്ന് നൗൺ ഫ്രേസിനെയും വെർബ് ഫ്രേസിനെ, ബാക്കി സെന്റൻസിനെ വെർബ് ഫ്രേസിനെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കണേ. എന്നിട്ട് ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്, ഒരു സെന്റൻസ് തന്നു. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ് അടുത്തൊരു സെന്റൻസ് തന്നു. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നൗൺ ഫ്രേസിനെയും വെർബ് ഫ്രേസിനെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ ഇപ്പൊ തന്നെ ഹെൽപ്പിംഗ് വെർബില്ലേ, ഈ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോ സെന്റൻസിന്റെ ഉള്ളിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ഈ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളികർ ചോദിക്കേ, ഹെൽപ്പിംഗ് വെർബ്. വെർബിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളോ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആള് നമ്മുടെ കൂടെയല്ലേ ഉണ്ടാവുക, അല്ലാണ്ട് വേറെ ആരുടെയും കൂടിയാണോ പോയി നിൽക്കുക അയാള്? ഇല്ലല്ലോ. നമ്മളുടെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആള് നമ്മുടെ കൂടെ ആയിരിക്കും അല്ലെ. അപ്പൊ വെർബിനെ ഹെൽപ്പ് ചെയ്യുന്ന ആള്, അതായത് ഈസ്, വാസ്, വേറെ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാഡ് എന്നൊക്കെ പറയുന്ന ആളുകള് ആരുടെ കൂടെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക? ആ സെന്റൻസിലെ വെർബിന്റെ കൂടെ. വെർബ് എന്ന് വെച്ചാൽ എന്താ? ക്രിയ, പ്രവൃത്തി അല്ലെ. അപ്പൊ മിസ് ചെയ്യുന്ന പ്രവൃത്തി, ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മിസ് ചെയ്യുന്ന പ്രവൃത്തി എന്താ? എഴുതുക. അപ്പൊ ഈ എഴുതുക എന്ന് പറയുന്ന പ്രവൃത്തിയുടെ കൂടെ വരുന്ന ആളായിരിക്കും ആരെന്ന് പറയുന്നത്? ഈ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ. ഓക്കെ, അപ്പൊ മക്കൾ ചെയ്യേണ്ട കാര്യം, ഒരു സെന്റൻസ് തന്ന ആ സെന്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. നമുക്കൊന്ന് നോക്കാം. Children's spending power has steadily risen over the
ഇയേഴ്സ്. ഈ സെന്റൻസിലെ ഹെൽപ്പിംഗ് വെർബിനെ ഒന്ന് കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്. ചിൽഡ്രൻസ് ഹെൽപ്പിംഗ് വെർബ് ആണോ? നിങ്ങൾ ഒന്ന് നോക്കാട്ടോ, എന്നിട്ട് എനിക്ക് ആൻസർ പറഞ്ഞു തരണേ. സ്പെൻഡിങ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ് ആണോ? ഹെൽപ്പിംഗ് വെർബ് നമ്മളിപ്പോ പഠിച്ചു, അതാണോ നോക്കാം. പവർ ഹെൽപ്പിംഗ് വെർബ് ആണോ? ഹാസ് എന്താണ് നമ്മുടെ ഹെൽപ്പിംഗ് വെർബ് ആണോ? സ്റ്റെഡ്ലി ഹെൽപ്പിംഗ് വെർബ് ആണോ? റൈസഡ് ഹെൽപ്പിംഗ് വെർബ് ആണോ? ഓവർ ഹെൽപ്പിംഗ് വെർബ് ആണോ? ദ ഹെൽപ്പിംഗ് വെർബ് ആണോ? ഇയേഴ്സ് ഹെൽപ്പിംഗ് വെർബ് ആണോ? വിളിച്ചു തന്ന ഒരാൾ എനിക്ക് ആരാണ് പറയാ? ദേവാംഗന. ദേവാൻ. ദേവന. എന്തൊക്കെയാ വിളിച്ചറിയുന്നല്ലേ? ദേവന സംസാരിച്ചോ? ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് ഹെൽപ്പിംഗ് വെർബ് ഇതിൽ ഏതാണെന്ന് പറഞ്ഞു തന്നേ. ആ ഫസ്റ്റ് സെന്റൻസിലെ ആണല്ലേ, ഇവിടെ എടുക്കുന്ന ആളാണല്ലേ. ഹാസ് ആണ് ഹെൽപ്പിംഗ് വെർബ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ് അല്ലെ. വെർബ് ഫ്രേസിന് ആദ്യം തന്നെ കണ്ടുപിടിക്കാം കേട്ടാ. വെർബ് അപ്പൊ ഏതായിരിക്കും? ഹാസിന്റെ മുന്നിൽ വരുന്ന ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ള ആള് ഹാസ് ആണെങ്കിൽ ഹെൽപ്പിംഗ് വെർബായ ഹാസിന്റെ മുൻപിലുള്ളതൊക്കെ എന്തായിരിക്കുള്ളൂ? വെർബ് ഫ്രേസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹെൽപ്പിംഗ് വെർബിന്റെ മുൻപിലോട്ട് വരുന്ന ആളുകളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പിൻപിലോട്ടൊന്നും എങ്ങനെയാച്ചാ പഠിച്ചോ, ആ ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ വരുന്ന ആളുകളൊക്കെ എന്തായിരിക്കുള്ളൂ? നമ്മുടെ വെർബ് ഫ്രേസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസിലെ ഹെൽപ്പിംഗ് സോറി നമ്മുടെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും എനിക്ക് ഒരാൾ പറഞ്ഞു തന്നെ. ആര് പറഞ്ഞു തരും? സായുജ പറഞ്ഞു. സായുജ കുറെ നേരെ വേവ് ഉണ്ട്, ലാസ്റ്റ് പെൻസിലൊക്കെ കടിച്ചു തുടങ്ങി. പറഞ്ഞു തരാണ്ട് ആ അമർഷം പെൻസിലിനോട് തീർത്തു തുടങ്ങിയ ആള്. ഓക്കെ സായുജെ, ഗുഡ് ആഫ്റ്റർനൂൺ. ആ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഈ സെന്റൻസിൽ ഒന്ന് പറഞ്ഞു തന്നേ. നൗൺ ഫ്രേസ് ഏതാപ്പാ? ചിൽഡ്രൻ. ബാക്കി പറയും. ചിൽഡ്രൻ സ്പെൻഡിങ് പവർ. ഓക്കെ, ചിൽഡ്രൻ സ്പെൻഡിങ് പവർ എന്നുള്ളത് നൗൺ ഫ്രേസ്. ഇനി വെർബ് ഫ്രേസോ? ടീച്ചർ താഴ്ത്താൻ താഴ്ത്താവോ? ഞാൻ മാറാം. steadily risen over the years. ഓക്കെ, steadily risen over the years എന്നുള്ളത് ഈ സെന്റൻസിലെ വെർബ് ഫ്രേസ്. കിട്ടിയില്ലേടാ? ഇതിനു വേണ്ടിയാണ് മക്കള് ഹെൽപ്പിംഗ് വെർബ് ചോദിച്ചില്ല. കിട്ടി എന്ന് പറയുന്നുണ്ട്. ആ കിട്ടി എന്ന് പറഞ്ഞാൽ തട്ടത്തിനോട് പറഞ്ഞേ. നമുക്ക് തട്ടത്തിനോട് വയ്ക്കാം. മിൻഹ കിട്ടി മിസ്സേ. എനിക്ക് ഇവിടെ പറഞ്ഞു തന്നാ കിട്ടിയെങ്കില് ഓരോന്നോരോന്ന് വായിച്ചു. ഓരോന്നോരോന്ന് വായിച്ചു. നേരത്തെ ഞാൻ വായിച്ചില്ലേ? ചിൽഡ്രൻ സ്പെൻഡിങ് പവർ. അതുപോലെ ഇതൊന്ന് വായിച്ചേ. The use of a celebrity or a popular character to endorse product. A product. ബാക്കി ഒരുമിച്ചുള്ളതാ. സോ ഇതിന്റെ അടിയിലിട്ട് പോയെന്നുള്ളൂ. An ad is an extremely effective source of persuasion. ഓക്കെ, മിടുക്കി. സംഭവം കറക്റ്റ് ആയിട്ട് വായിച്ചു. ഇനി ഇതിലെ ഹെൽപ്പിംഗ് വെർബ് ഓരോന്നോരോന്ന് നിങ്ങൾ എല്ലാവരും വായിച്ചതല്ലേ? അപ്പൊ അങ്ങനെ ഓരോന്നോരോന്ന് വായിച്ചപ്പോ ഹെൽപ്പിംഗ് വെർബ് വന്നത് ഏതാ സെന്റൻസ് ഒന്നെങ്കിൽ പറഞ്ഞേ. ആളെന്നെ വിളിച്ചോ? ഹെൽപ്പിംഗ് വെർബ് ഒന്ന് പറഞ്ഞേടാ. എവിടെ? ഇതിൽ എവിടെയാണ് ഹെൽപ്പിംഗ് വെർബ്? ഓരോന്നോരോന്ന് വായിച്ചു പോയതല്ലേ നീ? കിട്ടിയില്ലേ? എവിടെയായിരുന്നു? ഓറാണോ? ഞാൻ എപ്പോഴാ ഓറ് നിനക്ക് ഹെൽപ്പിംഗ് വെർബി പറഞ്ഞു തന്നത്? തന്നതിന്റെ അകത്ത് ഓറില്ല. ഓറ് നമ്മുടെ കൺജങ്ഷൻ ആണ്. രണ്ട് വേക്കുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ആളാണ് ഓർ. ഓറല്ല കേട്ടാ ഹെൽപ്പിംഗ് വെർബ്. പോയി എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ തമ്പ കിട്ടതാ. എന്നിട്ട് ഹെൽപ്പിംഗ് വെർബ് എനിക്ക് പറഞ്ഞു തന്നില്ല. തുടക്കത്തെ ആള് പറയേ ആം ഈസ് ആർ. ഹെൽപ്പിംഗ് വെർബിലെ തുടക്കത്തെ സ്റ്റെപ്പ് ആണ്. അതിൽ ഈസ് എന്ന് പറയുന്ന ആള് നമ്മുടെ ഹെൽപ്പിംഗ് വെർബാണ്. അങ്ങനെയാണെങ്കിൽ വെർബ് ഫ്രേസ് ഏതായിരിക്കും ഈ സെന്റൻസിലെ? ഈസിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്നതൊക്കെ എന്തായിരിക്കുള്ളൂ? അപ്പോ വെർബ് ഫ്രേസ്. അപ്പൊ ഈ സെന്റൻസിലെ വെർബ് ഫ്രേസ് ഒന്ന് എനിക്ക് വായിച്ചു തന്നേ. An extremely effective source of persuasion. ഓക്കെ, ആൻ എക്സ്ട്രീംലി എഫക്റ്റീവ് സോഴ്സസ് ഓഫ് പെർസുവേഷൻ എന്ന് പറയുന്നത് വെർബ് ഫ്രേസും ഈസിന്റെ ലെഫ്റ്റിലോട്ട് വരുന്നതൊക്കെ നൗൺ ഫ്രേസ്. അതായത് ഈ തുടക്കത്തെ സെന്റൻസ് ഒക്കെ നമ്മുടെ നൗൺ ഫ്രേസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ മക്കൾ ഇനി മിസ്സിങ്ങിന് ഓരോന്നോരോന്നും പറക്കി ചോദിക്കില്ല. ഇത്തവണയൊക്കെ കാണിച്ചു തരുന്നുണ്ട് എനിക്ക്. നേരത്തെ തോക്കിയലാണ് ഞാൻ പിടിച്ചത്. എന്തായാലും ആവട്ടെ, അടുത്തൊരു സെന്റൻസ് മിസ് കാണിച്ചു തരാം. മക്കൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം കേട്ടോ എന്താണെന്നുള്ളത്. യെസ് സാർ ഇത് ഓക്കെ, ഇതാ ആൻസർ മിസ് തന്നെയാണ്. അത് പോട്ടെ, അത് നമുക്ക് കഴിഞ്ഞു. അടുത്തത് നമുക്ക് കൊടുത്തിട്ട് ഇതൊന്നും എനിക്ക് വായിച്ചു തരും. ഒരൊറ്റ
ഒരൊറ്റ സെന്റൻസ് ഉള്ളൂ, വേഗം വായിക്കാൻ നിങ്ങൾ. 34 എന്നുള്ളതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ, ഏതൊക്കെ മിസ് കുറെ ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിൽ നിന്ന് റെഫർ ചെയ്ത് കൊണ്ടുവന്നതായതുകൊണ്ടാ. ഓക്കെ, എനിക്ക് വേഗം ഒന്ന് വായിക്കാനുള്ള ടൈം മിസ് വേഗം തരാം, ഒരു 2 സെക്കൻഡ്സ് വായിക്കാൻ തരാം. വേഗം വായിച്ചു നോക്കാം, എന്നിട്ട് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. അവിടെ ഒരുത്തൻ എന്താ, അവന്റെ പേര് എന്തായിരുന്നു സാറേ? തമീൻ. തമീൻ ചോദിക്കൂട്ടെ ഞാൻ. തമീൻ യൂണിഫോം ആണ് കൊണ്ടിട്ടേക്കുന്നത്. അവൻ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവൻ എന്തായാലും ഞാൻ വിളിക്കുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവൂലോ? ആ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ മൂമെന്റ് ഒക്കെ വരുന്നുണ്ട്. തമീനെ വിളിക്കാം സാറേ, അവന് റേഞ്ച് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടല്ലേ. എടാ തമീനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. യെസ്. യൂണിഫോം ആണോടാ നീട്ടേക്കുന്നേ? ആ പഴയ യൂണിഫോം. പഴയ യൂണിഫോം ഏത് സ്കൂളാ അത്? SKPS SKPS എവിടെയാണ്? കടുത്തുരുത്തി, കോട്ടയം. കോട്ടയംകാരൻ. എടാ നിന്റെ വീട് എവിടെയാ ഇപ്പൊ? അവിടെ കടുത്തുരുത്തി എന്താണ്? അവിടെ ആയിട്ടല്ല, വെട്ടിക്കാട്ട് നോക്ക്, തലയോലപ്പുറമൊക്കെ ആയിട്ട്. എനിക്ക് അറിഞ്ഞൂടാ കോട്ടയം. ഞാൻ വരാട്ടോ, കോട്ടയം വരുന്നുണ്ടെ ഞാൻ അങ്ങോട്ട് വന്നിരിക്കുന്നു. ഓക്കെ, ആ യൂണിഫോം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ആ യൂണിഫോം കാണുന്ന സ്കൂള് തപ്പി ഞാൻ വരുന്നത്. ഓക്കെ, എന്നാ എനിക്കൊന്ന് വായിച്ചു. നീ ഒരു സെന്റൻസ് വായിച്ചില്ലേ? ഇതിന്റെ അകത്ത് എവിടെ ഇങ്ങനെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഉണ്ടാ? ഇല്ല. ഇല്ലെങ്കിൽ പേടിക്കണ്ട, നമുക്ക് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അല്ലെ. മിടുക്കനോ കറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ അവൻ പറഞ്ഞു, ഉണ്ടാക്കിയൊന്നും എടുത്തൊന്നുമില്ല. പക്ഷെ മക്കളെ ഞാൻ മിസ് പറഞ്ഞില്ലേ, 80% മാത്രമേ ഹെൽപ്പിംഗ് വെർബ് ഇട്ട് നമുക്ക് നല്ല ഈസി ആക്കി തരുള്ളൂ. ബാക്കി 20% അപ്പൊ ഇതുപോലെ ഞങ്ങളെ കുഴപ്പിക്കാൻ തരും. ഹെൽപ്പിംഗ് വെർബ് തരാണ്ടിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഹെൽപ്പിംഗ് വെർബ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കല്ല. നമുക്കറിയാം നോൺ ഫ്രേസും വെർബ് ഫ്രേസും എങ്ങനെ കണ്ടുപിടിക്കണ്ട. വെർബ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെന്റൻസിലെ പ്രവൃത്തിയാണ് അല്ലെ. സെന്റൻസ് വായിച്ചേ. ദ ഇൻസ്പയറിംഗ് വേർഡ്സ് ഓഫ് ദ ടീച്ചർ ചേഞ്ച്ഡ് മൈ പെർസ്പെക്റ്റീവ്സ് ഓഫ് ലൈഫ്. മലയാളീകരിച്ചോ? ഒന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കിയോ. ടീച്ചറുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകൾ എന്നെ എന്ത് ചെയ്തു? എന്റെ ജീവിതത്തിനോടുള്ള പേഴ്സ്പെക്റ്റീവ് അല്ലെ, ജീവിതത്തിനോടുള്ള കാഴ്ചകൾ തന്നെ മാറ്റിമറിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരാളെ വിളിച്ചേ. ഇലാന. ടീച്ചറുടെ വാക്കുകൾ എന്റെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ചു, ജീവിതത്തിലോട്ടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചു. ടീച്ചർ ചെയ്ത പ്രവൃത്തി ഇവിടെ എന്താ? അല്ലെ. ടീച്ചർ ചെയ്ത പ്രവൃത്തി, ജീവിതത്തിനോടുള്ള പ്രവൃത്തികളൊക്കെ മാറ്റിമറിച്ചു അല്ലെ, ചേഞ്ച് ചെയ്തു. അപ്പൊ ഇവിടുത്തെ വെർബ് ഏതാ? ചേഞ്ച്ഡ്. അങ്ങനെയാണെങ്കിൽ വെർബ് ഫ്രേസ് ഏതായിരിക്കും അപ്പോ? My perspective on life. ഏതാണ്? ഓക്കെ, ഇവിടെ തൊട്ട് പറയണം. വെർബ് ഫ്രേസ് പറയുമ്പോ വെർബ് തൊട്ട് തുടങ്ങണം കേട്ടാ. Changed my perspective on life. പെർസ്പെക്റ്റീവിന്റെ വേറെ എന്തൊക്കെയോ വായിച്ച് എന്നെയും കൂടി തെറ്റിക്കാൻ ഇറങ്ങിയേക്കാം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും വെർബ് കിട്ടിയില്ല സെന്റൻസിലെ? ചേഞ്ച്ഡ് ആണ്. അപ്പൊ ചേഞ്ച്ഡ് തൊട്ട് വരുന്നതൊക്കെ ഇവിടുത്തെ വെർബ് ഫ്രേസ് ആണ്. ചേഞ്ച്ഡ് മൈ പെർസ്പെക്റ്റീവ്സ് ഓൺ ലൈഫ് എന്ന് പറയുന്ന വെർബ് ഫ്രേസ്. അപ്പൊ നമുക്കറിയാം ബാക്കി നോൺ ഫ്രേസിന് എന്തേ വരാനുള്ളൂ? ഈ തുടക്കത്തെ വേർഡ് അല്ലെ. എന്ന് വായിച്ചെന്ന് എനിക്ക് ഏതാണ്? The inspiring words of the teacher. ഓക്കെ, ദ ഇൻസ്പയറിംഗ് വേർഡ്സ് ഓഫ് ദ ടീച്ചർ എന്നുള്ള നോൺ ഫ്രേസും ചേഞ്ച്ഡ് മൈ പെർസ്പെക്റ്റീവ്സ് ഓൺ ലൈഫ് എന്നുള്ളത് നമ്മുടെ വെർബ് ഫ്രേസും. ഒരെണ്ണവും കൂടി ഞാൻ തരാം. എളുപ്പമായിട്ടുള്ള സാധനമാണ്, ഒരെണ്ണവും കൂടി തരാം അല്ലേ സാറേ? ഒന്ന് കൊടുക്കാം നമുക്ക്. യെസ്, വേഗം തന്നെ ഒന്ന് വായിച്ചെന്ന് എനിക്ക് പറഞ്ഞത് 2 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരാൾ പറഞ്ഞേനോ, ഇത് ഒരാൾ പറഞ്ഞേനോ. വേഗം വായിച്ചു. 2 സെക്കൻഡ്. 1 സെക്കൻഡ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 സെക്കൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വായിക്കുന്നതിനിടെ ഞാൻ ബുക്കും. ആരാണ് ഇങ്ങനെ അനന്തശയനായിട്ട് കിടക്കുന്നുണ്ടല്ലോ ഒരാള്? ആൽഫി. അനന്തശയനൊക്കെ ഒന്ന് മാറി വേഗം വായിച്ച്. എനിക്കാവാം, നിങ്ങൾക്കാവാൻ പാടില്ല. ഓക്കെ, അടുത്തൊരാൾ. അടുത്ത യൂണിഫോം ഇട്ട ഒരാളായിരുന്നു. അത് യൂണിഫോം അല്ല, പക്ഷെ ഏകദേശം സെയിം കളർ ആയിരുന്നു. മിൻചന്ദ്. അങ്ങനെ തന്നെയാണോടെ പേര്? ആണല്ലേ. ഹലോ. ഒച്ച വരുന്നില്ല. മൈക്ക് എവിടെ? ഹലോ. ഓക്കെ ഇപ്പൊ കറക്റ്റ്. ഇപ്പൊ വന്നു. വിൻചന്ദ് എന്നല്ലേ നിന്റെ പേര്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സെന്റൻസ് വായിച്ചതല്ലേ നീ? വായിച്ചു. എന്നാ ഹെൽപ്പിംഗ് വെർബ് ഒന്ന് കണ്ടുപിടിച്ചോ. ഹെൽപ്പിംഗ് വെർബ് ഈസ് ഉണ്ടോ? നിനക്ക് ഭാഗ്യല്ലോ, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടല്ലോ. ഹെൽപ്പിംഗ് വെർബ് ഈസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ വെർബ് ഫ്രേസ് ഏതാ? essential for students. വെർബ് ഫ്രേസ് മിടുക്കൻ. അങ്ങനെയാണ് നോൺ ഫ്രേസ്.
The development of critical thinking skills. ദ ഡെവലപ്മെന്റ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ. മിടുക്കൻ, അവന് നല്ല ഭാഗ്യമുണ്ട്. അവന് കറക്റ്റ് എന്താണ് ഹെൽപ്പിംഗ് വെർബ് ഉള്ള സാധനം കിട്ടി. 50% വന്നു അല്ലേ നീ? ഓക്കെ, അവൻ സൂപ്പർ ആയിട്ട് അവൻ ആൻസർ പറഞ്ഞു. അവൻ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നേരത്തെ അനന്തശൈനായിട്ട് വേറെ ഒരുത്തി എടുക്കുന്നുണ്ടായിരുന്നില്ല ഒരാൾ. ആൽവി, വായിച്ചില്ലേ? മിടുക്കൻ ആൻസർ പറഞ്ഞ് തീർത്തുള്ളൂട്ട്. ഇപ്പൊ തന്നെ മിടുക്കായിട്ടപ്പോ വേഗം പറയണോട്ടോ. അവനൊരു കോമ്പറ്റീഷൻ ആയിട്ട്, നിങ്ങൾ എപ്പോഴും കോമ്പറ്റീഷൻ ആവണം പഠിക്കുന്ന കാര്യത്തിൽ കേട്ടോ. പറഞ്ഞു ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോന്ന് പറഞ്ഞു. ഇല്ലുണ്ടോ? അതെന്തില്ല? ഉണ്ട്, ഹാസ് ഉണ്ട് അല്ലേ? ഹാസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വെർബ് ഫ്രേസ് ഏതായിരിക്കും? Become a priority for many countries. Becoming a priority for many countries. Noun phrase ഒന്ന് പറഞ്ഞേ. The use of renewable resources. The source of renewable sources. Okay, correct. ഇനി ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ഡൗട്ട് തോന്നൂല. അത് പൊതുവെ അങ്ങനെയാണല്ലോ. നമുക്ക് ഇപ്പൊ പഠിക്കുന്ന സമയത്ത് യാതൊരുവിധ ഡൗട്ടും തോന്നൂല. കുറച്ച് കഴിഞ്ഞ് എക്സാം എടുക്കുമ്പോഴേക്കും നമുക്ക് പല ഡൗട്ടുകളും വരാം അല്ലെ? അപ്പൊ ആ സമയത്ത് വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് മിസ് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ദ യൂസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്ന നൗൺ ഫ്രേസ് എന്നും ബിക്കമിങ് പ്രയോറിറ്റി ഫോർ മെനി കൺട്രീസ് എന്നുള്ളത് വെർബ് ഫ്രേസ് ആണെന്ന് പറഞ്ഞു. ഇനി വരാൻ പോകുന്ന സംശയം, പിന്നീട് നിങ്ങൾ എഴുതുമ്പോൾ നോക്കും ഹാസ് എഴുതിയോണ്ട് കുഴപ്പമുണ്ടോ മിസ്സേ? ഈ ഹാസ് ആരുടെങ്കിലും കൂടെ എഴുതണോ അതോ ഹാസിനെ ഞാൻ വിട്ട് കളയണോ? എന്താ ചെയ്യേണ്ടത്? അതായത് നൗൺ ഫ്രേസ് എഴുതുമ്പോൾ ദ യൂസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് ഹാസ് എന്നാണോ എഴുതേണ്ടത്? അത് വെർബ് ഫ്രേസ് എഴുതുമ്പോഴാണോ ഹാസിനെ ഞാൻ കൂട്ടാക്കേണ്ടത് എന്നൊക്കെ ഒരു ഡൗട്ട് വരും. മക്കളെ ശ്രദ്ധിക്കുക, ഇതൊരു വെർബ് ഫ്രേസ്, ഹെൽപ്പിംഗ് വെർബ് അല്ലേ? ഹെൽപ്പിംഗ് വെർബ് എഴുതുമ്പോൾ ഒരിക്കലും നമ്മൾ നിങ്ങൾക്ക് എഴുതണം അത്ര താല്പര്യമുണ്ടെങ്കിൽ, ഇത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല, പക്ഷെ എഴുതി വെച്ചോളൂ കേട്ടാ. ഈ ഹാസ് അല്ലെങ്കിൽ ഈ ഈസ് എന്നൊക്കെ പറയുന്ന ആള് നിങ്ങൾ വിഴുങ്ങി കളയരുത്. നിങ്ങൾ പറയുന്നത് ഇപ്പൊ എന്നോട് പറഞ്ഞപ്പോ രണ്ടു വീട്ടരും വിഴുങ്ങി, പക്ഷെ വിഴുങ്ങോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആരുടെ കൂടെ ചേർത്ത് എഴുതരുത്? നൗൺ ഫ്രേസിന്റെ കൂടെ ചേർത്ത് എഴുതരുത് കേട്ടോ. ഇനി എഴുതണമെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഹാസ് ഒക്കെ ഇനി എഴുതാണെങ്കിൽ വെർബ് ഫ്രേസിന്റെ കൂടെ എഴുതും. അപ്പൊ നൗൺ ഫ്രേസ് എന്ത് വരും? ദ യൂസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് എന്നുള്ളത് വരെ നൗൺ ഫ്രേസ്. ഹാസ് ബിക്കം എ പ്രയോറിറ്റി ഫോർ മെനി കൺട്രീസ് എന്നുള്ളത് വെർബ് ഫ്രേസ്. ഇവിടെയും അതന്നെ. ഈസ് എസെൻഷ്യൽ ഫോർ സ്റ്റുഡൻസ് എന്നുള്ളത് വെർബ് ഫ്രേസ് കേട്ടോ. ഈസ് എഴുതിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, എഴുതാണെങ്കിൽ തന്നെ വെർബ് ഫ്രേസിന്റെ കൂടെ എഴുതാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് തരാം, ഇമ്പോർട്ടന്റ് ആയിട്ട്. മക്കളെ 10,000 വെർബ് ഫ്രേസ്, സോറി ഫ്രേസൽ വെർബുകൾ നമുക്ക് പഠിക്കാം. നമ്മൾ ഫ്രേസൽ വെർബ് ആണ് പഠിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ? ഇനി നമുക്ക് അത് അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. നോൺ ഫ്രേസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് അടുത്ത് തുടങ്ങാം. ഫ്രേസൽ വെർബ് ഒരു 10,000 ഫ്രേസൽ വെർബ് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇരുന്ന് തുടങ്ങിയാൽ തീരും അത് നമ്മുടെ തീർത്ത് ഇല്ല. അപ്പൊ എക്സാമിന് കോമൺ ആയിട്ട് വരാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാത്ത കുറച്ച് കുഞ്ഞുമക്കൾ പുതിയതുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കായിട്ട് തരികയാണ്, പഠിക്കാനുള്ളതാണ്. ഒരു 30 ഫ്രേസൽ വെർബ് മിസ് കാണിച്ചു തരും. അതിനൊരു 10 എണ്ണം വെച്ചിട്ട് ഓരോ ദിവസവും പഠിക്കാം. അങ്ങനെ ഒരു 3 ദിവസം കൊണ്ട് മക്കൾ എന്ത് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ? ചില മിടുക്കന്മാർക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. പെട്ടെന്ന് കിട്ടുന്നവർ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർത്തോ. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ 3 ദിവസം മാക്സിമം അതിനുള്ളിൽ പഠിച്ചു തീർക്കണം കേട്ടോ. അപ്പൊ ഇന്ന് പഠിക്കാനുള്ള ഒരു 10 ഫ്രേസൽ വെർബ് മിസ് അങ്ങ് തരാം. അതിന്റെ ഉള്ളിൽ നിന്ന് ചോദ്യവും മിസ് ചോദിക്കും കേട്ടോ. വേഗം ഒന്ന് കാണിച്ചു കൊടുക്കാം സാറേ. ആദ്യത്തെ ഒരു 10 എണ്ണം മിസ്സിനെ ഒന്ന് മാറ്റാം, ഞാൻ ഇവിടെ നിന്ന് മാറിത്തരാം. വേഗം തന്നെ പഠിക്കാം, ഇപ്പൊ തന്നെ ചോദ്യം ചോദിക്കും കേട്ടോ. 10 എണ്ണം ആദ്യം പഠിച്ചു തീർക്കും. പഠിച്ചിരിക്കായിരുന്നു അല്ലേ? പഠിച്ചില്ലേടാ? ഉറപ്പല്ലേ? മിസ് വിശ്വസിച്ചോട്ടെ. പഠിച്ചെന്നാണെങ്കിൽ തമ്പിട്ടെ നോക്കട്ടെ. ഡബിൾ തമ്പൊക്കെ പഠിച്ചു അങ്ങനെയാണെങ്കിൽ പഠിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടി നമുക്കൊരു ചോദ്യം ചോദിക്കാം, ഇവർക്കൊരു ക്വസ്റ്റ്യൻ കൊടുക്കാം. കണ്ടുപിടിച്ച് എനിക്ക് ആൻസർ തരണം കേട്ടോ. യെസ്, നമുക്ക് ഉള്ള കാര്യങ്ങളുണ്ടോ ഇല്ലാത്തുണ്ടോ അപ്പൊ ഒരു ഗസ് ഒക്കെ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. സാറേ നമുക്ക് ആൻസർ കൊടുക്കാം. യെസ്, ആൻസർ ഉള്ള ചോദ്യം കൊടുക്കാം. എന്താണ് ഇതാ ചോദ്യം നോക്കിയാൽ, അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് നിങ്ങളോട് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഗോയിങ് ത്രൂ, ബ്രിങ് അപ്പ്, 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. കീം അക്രോസ് ആണോ ഗീവ് അവേ ആണോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതാന്ന് നോക്കണം. ലാസ്റ്റ് റിട്ടേൺ ഡൗൺ, റീച്ച് ഔട്ട് അതിന്റെ ഏതാണെന്ന് നോക്കാം കേട്ടോ. നമുക്ക് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ആസ് ഐ വാസ് ഡാഷ്, ഇവിടെ എന്തോ വരുന്നുണ്ട്. മൈ ഓൾഡ് ഡയറീസ്, ഐ എന്തോ ഒരു കാര്യം. എ ലെറ്റർ ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ഐ ഡാഷ്, ഇവിടെ എന്തോ ഉണ്ട്. ടു ഹെർ ആഫ്റ്റർ ഓൾ ദിസ് ഇയേഴ്സ്. വേഗം ഒന്ന് വായിച്ചു നോക്കാം, ആൻസർ പറയാ കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കാം, ആൻസർ. ഇപ്പൊ തന്നെ വിളിക്കുക സാറേ, ഇപ്പൊ തന്നെ പഠിച്ചു തരുന്നവരെ. ഇനി ടൈമിന്റെ ആവശ്യമില്ല, അവർക്ക് ഇപ്പൊ തന്നെ കഴിഞ്ഞ തമ്പിട്ടവരാ. ആദിലക്ഷ്മി, ആദിലക്ഷ്മി പേടിപ്പിച്ച്. ആദിലക്ഷ്മി പഠിച്ചു തരാൻ തമ്പിട്ടല്ലേ? ഗുഡ് ഈവനിങ്. പഠിച്ചു കഴിഞ്ഞ ടീമല്ലേ? വായം പറഞ്ഞു തന്നെ എനിക്ക്. I was going through
യെസ്, ആസ് ഐ വാസ് ഗോയിങ് ത്രൂ മൈ ഓൾഡ് ഡയറീസ്. മിടുക്കി. അടുത്തൊരുത്തനുണ്ടായിരുന്നല്ലോ, അവനൊന്ന് വിളിച്ച് സാറേ കണ്ണടക്കുട്ടി അമൽ. കണ്ണടക്കുട്ടി ഭയങ്കരമായിട്ട് അമൽ ഭയങ്കരമായിട്ട് വേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അമലേ, ഇത് മിടുക്കി പറഞ്ഞു പോയിട്ടാ, ഇനി നമുക്ക് നാണം കേടരുത്. ഐ വാസ് ഗോയിങ് ത്രൂ കെയ്മെക്രോസ് അല്ലേ? കെയ്മെക്രോസിന്റെ മീനിങ് എന്തായിരുന്നു? ഗസ് ചെയ്തതാണോ നീ? അപ്പോ ഗേവ് അല്ല, കെയ്മെക്രോസ് ആണെന്ന്. പോട്ടെ. കണ്ടു കണ്ടുമുട്ടുക. മുട്ടട്ടെ. കണ്ടിരിക്കണം. മുട്ടണില്ല. കണ്ടെങ്കിരിക്കുമ്പോ അടുത്തൊരുത്തനുണ്ടായിരുന്നു. അവിടെ ഒരാള് ഡാൻസ് കളിക്കുന്ന കൈ വെച്ചിട്ട്. നോഹ കൈ വെച്ച് ഡാൻസ് കളിക്കുന്നു. ഓക്കെ, അടുത്തത് പറഞ്ഞേടാ. എന്തായിരുന്നു? എവിടെയോ അല്ലട്ടോ, ഇവിടെ ഗോയിങ് ത്രൂ ആണ്. As I was going through my old diaries, I came across a letter of my childhood friend. I എന്ത് ചെയ്തു? റീച്ച് ഔട്ട് ആണോ റിട്ടേൺ ഡൗൺ ആണോ? എന്തായിരിക്കും വരിക? റൈറ്റ് ഡൗൺ ആണ്. ആസ് ഐ റൈറ്റ് ഡൗൺ അല്ലെ? എന്റെ സുഹൃത്തിന് എഴുതിയ ലെറ്റർ ആണ്. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എന്റെ സുഹൃത്തിന് എഴുതിയ ലെറ്റർ ആണ് ഇവിടെ കണ്ടുപിട്ടിയത് അല്ലെ? കിട്ടൂലേടാ ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് നമുക്ക് എക്സാമിന് ഓരോന്ന് ചോദിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓരോ ക്ലാസ്സിൽ ഇട്ടത് എന്തായാലും 10 പഠിച്ചതല്ലേ, അപ്പൊ ഓരോ ക്ലാസ്സിൽ ഇതിന്റേതായ രീതിക്കുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. സാറേ, ഇതിന്റെ കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ദ ആൻസർ ആണ്. As I was going through വന്നിട്ടുണ്ട്, I came across വന്നിട്ടുണ്ട്, പിന്നെ I decide to reach out അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ എന്നുള്ളത് നമുക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെന്താണ്? ഫ്രേസൽ വെർബ് നമ്മൾക്ക് ഏകദേശം കിട്ടും. കാണാപ്പാട് അത് അങ്ങോട്ട് പഠിക്കാനും ഉപ്പാണ് പഠിക്കാതെ എന്നുള്ള ഏകദേശം അതിൽ നിന്നുള്ളതൊക്കെ തന്നെ കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു വേറൊരു സാധനം നോക്കാം. എക്സാമിന് വരാൻ സാധ്യതയുള്ള വേറൊരു കാര്യമാണ്. സാറേ മാറുന്നില്ല. ഓക്കെ, എക്സാമിന് സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ് എന്നുള്ളത്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി സാറോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തൊരു ടോപ്പിക്ക് പഠിപ്പിക്കാനായിട്ട് സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുണ്ട്. എഡിറ്റിംഗ് നമുക്കറിയാവുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? എഡിറ്റിംഗിൽ വരുന്ന കോമൺ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരാൾ വിളിച്ച് പറഞ്ഞു, ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞു. കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് വിത്യ. എഡിറ്റിംഗിലെ കോമൺ മിസ്റ്റേക്ക് നല്ല കൊടുങ്കാറ്റ് വീശുന്നുണ്ട് അവിടെ. എന്തൊരു കാറ്റാ അത്! കൊതിയാവുന്ന കണ്ടിട്ടെന്ന് എനിക്ക്. അൻവിട്ടേ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ടേബിൾ ഫാൻ ഇട്ടതാണോ? അല്ലല്ല, കാറ്റടിച്ചു. എന്തൊരു ഏതാ സ്ഥലം? ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല കാറ്റുണ്ടായിരുന്നാ? ഓക്കെ, ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല ശുദ്ധമായ കാറ്റുണ്ടെന്ന്. ഓക്കെ, എഡിറ്റിംഗിലെ കോമൺ മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, കമ്പനി വിട്ടുന്നു. ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, എഡിറ്റിംഗിലെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. രണ്ടെന്താ? വേർഡിലെ ഓർഡർ തല തിരിച്ചു വെക്കും. വേർഡിന്റെ വേർഡ് ഓർഡറിംഗ് മിസ്റ്റേക്ക് അല്ലെ? തല തിരിച്ചിട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ ഓർഡർ ആക്കി കൊടുക്കണം. വെരി ബ്യൂട്ടിഫുൾ വെരി യങ് ലേഡി ലേഡി യങ് എന്നൊക്കെ പറഞ്ഞതായിരിക്കും അല്ലെ? തല തിരിച്ചു തരും, അത് നിങ്ങൾ തിരിച്ചെഴുതണം. പിന്നെ ഇനി കോമൺ മിസ്റ്റേക്ക് ബാക്കി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും. പിന്നെ പറഞ്ഞു വേർഡ് ഓർഡറിംഗ് തെറ്റുണ്ട്. വെർബിൽ മിസ്റ്റേക്ക് ഉണ്ടാവും അല്ലെ? ഭൂരിഭാഗം സെന്റൻസും ഏതിലായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക? പ്രസന്റ് ആയിരിക്കോ പാസ്റ്റ് ആയിരിക്കോ? ഭൂരിഭാഗവും നമുക്ക് പാസ്റ്റ് ആണോ പ്രസന്റിലായിരിക്കോ നമുക്ക് പാസേജ് തന്നിട്ടുണ്ടാവുക? അവിടെ ഒരാൾ റെഡി ആയി നിൽക്കുന്നുണ്ടല്ലേ, ഭാഗ്യലക്ഷ്മി ആണത്? പാസ്റ്റ് ടെൻസിലാണ് നമുക്ക് തരാം അല്ലെ? പാസ്റ്റ് ടെൻസിൽ തന്നിട്ടുണ്ടോ? നമ്മൾ അത് എന്ത് ചെയ്യണം? പാസ്റ്റ് ടെൻസിൽ തന്നെ എഴുതണം. അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് എന്തെങ്കിലുമൊക്കെ ടെൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പിച്ചിട്ടുണ്ടാവും അല്ലെ? പിന്നെ എന്തെങ്കിലും ഉണ്ടാവും മിസ്റ്റേക്ക്? വേറെ എന്തെങ്കിലും ഉണ്ടാവോ? ക്യാപിറ്റൽ ലെറ്റർ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അറിഞ്ഞൂടാ. ക്യാപിറ്റൽ ലെറ്ററിലെ പ്രശ്നം അതെ, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് ക്യാപിറ്റൽ ലെറ്റർ പ്രശ്നം വരാണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരാം, അതിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം. അത് നമുക്ക് ഇവിടെ ഉള്ള ഒരാളോട് ചോദിക്കാം. നമ്മുടെ വേറൊരു ആളുണ്ടായിരുന്നു, ദേവനന്ദ, നമ്മുടെ സ്ഥിര ആളായിരുന്നല്ലോ ദേവനന്ദേ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കൊടുത്ത എല്ലാവർക്കും. വെരി ഗുഡ് ഈവനിങ്. വായിച്ചോ. The boy's father shakes വായിച്ചോ. him by the hand and went off. He proceeded to
step then came to started had a line struck carry ലൈൻ ഓഫ് center security troops ക്രൗഡ് മെജസ്റ്റിക്കലി ഇവിടെ നോടി ബൈ. ഓക്കെ, സെന്റൻസ് അവള് മിടുക്കിയായിട്ട് വായിച്ചു. ഞാൻ പോലെ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തരണം. സെന്റൻസ് മിടുക്കി വായിച്ചതുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സെന്റൻസ് ഇതാ നമ്മുടെ മിടുക്കി വായിച്ചു തന്നു. The boy's father shake him by the hand and went off. He proceeded few steps, then came to startled halt. A line of trucks carry centered security troops crawled majestically by എന്ന് പറഞ്ഞ് വായിച്ചു തീർത്തു. ABC അല്ലെ ഡി 4 മിസ്റ്റേക്ക് ആണ് ഉള്ളത്. ഒന്നാമത്തെ സെന്റൻസിലെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്തായിരിക്കും? ഷെയ്ക്കിന് എന്താ മിസ്റ്റേക്ക് പറഞ്ഞിട്ടു? ഷെയ്ക്കിന്റെ മിസ്റ്റേക്ക് എന്താ? എനിക്ക് ചിരിയൊക്കെ എനിക്ക് അറിയാം, നമ്മൾ നല്ല കമ്പനിയാണ്, നമ്മൾ ചിരിക്കാറുണ്ട്, അതൊക്കെ സംഭവിച്ചു. ഇപ്പൊ ഷെയ്ക്കിന്റെ മിസ്റ്റേക്ക് ഒന്ന് പറഞ്ഞേ. സെന്റൻസ് ഇന്നത് പറഞ്ഞാൽ മതി. ഇവിടെ എന്തായിരിക്കും കുഴപ്പമുണ്ടാവും? ഈ ഒരു പാസേജ് ഫുള്ള് മക്കൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പാസേജ് ഏത് ടെൻസിലാണെന്ന് നോക്കാം കേട്ടോ. പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ എന്നൊക്കെ നോക്കാം. ഇത് ഏത് ടെൻസിലാ? അയ്യോ, ടെൻസർ ആണോ? അല്ല, ഏത് ടെൻസിലാ? പാസ്റ്റ് ആണ്. അതെങ്ങനെ നിനക്ക് കിട്ടി? അത് എവിടെ നിന്ന് കിട്ടി? മിസ് അല്ലെ, അങ്ങനെയാണെന്ന് ഗസ് ചെയ്തിട്ടാ. ഇവിടെ എന്താണ് അത് നോക്കിയേ. The boy's father shake him by the hand and went off. എടി വെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോയിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ? ഗോ എന്ന് പറയുന്ന പ്രസന്റ്, അതിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ്. അപ്പൊ ടെൻസ് ചെയ്തിടാൻ നമുക്ക് കിട്ടി പാസ്റ്റ് ടെൻസ് ആന്ന് കിട്ടിയില്ലേ? അങ്ങനെ ഇത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഷെയ്ക്കിന്റെ പ്രസന്റ് ആണോ, ഷെയ്ക്ക് പാസ്റ്റിലാണോ? ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുക. ഷെയ്ക്ക് ഏത് ടെൻസാ? ഷെയ്ക്ക് പ്രസന്റ് ടെൻസ് ആണ്. ഷെയ്ക്ക് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഷെയ്ക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? അല്ല, എല്ലാത്തിനും ഈടി അങ്ങ് ചേർക്കാൻ പറ്റൂലടാ. ഷെയ്ക്കഡല്ല, അവിടെ വേറൊരാൾ വേവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ, അവനൊന്ന് വിളിച്ചു സാറേ. ഷെയ്സനെ ഷെയ്ക്കഡ് ആണോ, ഷെയ്ക്സ് ആണോ? എന്താണ് ഷെയ്ക്കിന്റെ പാസ്റ്റ് ടെൻസ്? എന്നിട്ടേതോ The boy's father shook. കേട്ടില്ലേ? ഷെയ്ക്ക് അല്ല, ഷുക്ക് ആണ്. ആണ്. മിടുക്കൻ. ഷെയ്ക്ക് അല്ല, ഷുക്ക് ആണ് അല്ലെ? വെന്റ് എന്ന് പറഞ്ഞപ്പോ പാസ്റ്റ് ടെൻസ് ഒന്ന് ഷുക്കാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് അടുത്തത് കിട്ടോടാ. പ്രൊസീഡഡ്. He proceeded a few steps. ഓക്കെ, മിടുക്കൻ. അവൻ എല്ലാം കിട്ടും അല്ലെ? അവൻ സൂപ്പർ ആണ് അല്ലെ? He proceeded a few steps. എന്തുകൊണ്ടാണ് മിസ് എ വന്നതെന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് തോന്നുന്നുണ്ടാകും. മിസ് പറഞ്ഞു തരാം. പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്പ്. ഫ്യൂ എന്നുള്ളത് കുറച്ച് എന്നുള്ള ഒരു പോസിറ്റീവ് ടെൻഡൻസ് ആണോ? അതല്ലോ, കുറച്ച് നെഗറ്റീവ് ആയിട്ട് പറയല്ലേ? കുറച്ച് കാര്യങ്ങൾ, സം എന്നൊക്കെ പറഞ്ഞു, കുറച്ച് എന്നൊക്കെ പറഞ്ഞ നെഗറ്റീവ് കാര്യം പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ എപ്പോഴും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എ ആൻഡ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഉപയോഗിക്കുക. ഫ്യൂ എന്ന് പറയുമ്പോൾ എഫ് എന്ന് പറയുന്ന സൗണ്ട് കൺസണന്റ് സൗണ്ട്സ് ആയതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ ആയിട്ടുള്ള എ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ വൊവൽ സൗണ്ട് ആയിരുന്നെങ്കിൽ ആൻ ഇട്ട് കൊടുത്താനെ. ഇത് പക്ഷെ വൊവൽ അല്ല, നമ്മുടെ എന്താണ് കോൺസണന്റ് സൗണ്ട് ആണ് എഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിട്ട് കൊടുത്തു? എ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പൊ ഹി പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്. അടുത്തൊരാളെ വിളിച്ച് സാറേ, ഒരു മിടുക്കി. ഐഷ. പോരട്ടെ, പറഞ്ഞോ. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരി. Capital letter. ക്യാരിക്കാ അല്ല, ക്യാരിക്ക് എന്തിനാ ക്യാപിറ്റൽ ലെറ്ററിന്റെ കുഴപ്പം? അതിന്റെ ആവശ്യമില്ല. Carried on. എല്ലാരും ഫാസ്റ്റിലാണല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഈടി ഇട്ട് കൊടുത്താൽ ഫാസ്റ്റ് ആക്കണം അല്ലെ? ഇത് എനിക്ക് ഈ സെന്റൻസിലെ വെർബ് ഒന്ന് കണ്ടുപിടിച്ചു തന്നേ. A line of trucks carry central security troops crawled majestically by എന്ന് പറയുന്ന സെന്റൻസിലെ വെർബ് ഏതാ? ഒരു സെന്റൻസിൽ എത്ര വെർബ് ഉണ്ടോ? എത്ര വെർബ് ഉണ്ടോ? ഒരെണ്ണ. ഒരാൾ രണ്ടെന്നൊക്കെ കാണിക്കുന്ന. രണ്ടെന്ന് പറഞ്ഞ ആളാരായിരുന്നു? ഇസക്ക് 2 വെർബ് ഉണ്ട്. ഇവിടെ രണ്ടെണ്ണുള്ളൂ കേട്ടോ, ഒരെണ്ണുള്ളൂ. രണ്ടെണ്ണൊന്നുമില്ല. സെന്റൻസിൽ ഒരു സബ്ജക്റ്റ്, ഒരു വെർബ്, ഒരു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഉണ്ടാവും നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒക്കെ ഓരോന്നേ ഉണ്ടാവുള്ളൂ കേട്ടാ. രണ്ടൊന്നും ഇല്ല കേട്ടാ. ഓക്കെ, അപ്പൊ ഇടുക്കി പറഞ്ഞ കറക്റ്റാണ്. ഒരു വെർബ് ഉള്ളൂ. ഈ സെന്റൻസിലെ വെർബ് ഏതാ? ചെയ്ത പ്രവൃത്തി മലയാളീകരിച്ചോ? പറഞ്ഞോ. ഒരു ലൈൻ ട്രക്സ് ക്യാരി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മലയാളീകരിച്ചോ? എന്നിട്ട് ഇവിടുത്തെ സെന്റൻസിലെ വെർബ് ഏതായിരിക്കും?
അതിലാണ് ഡൗട്ട്. എനിക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മിസ് എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അല്ലേ. ക്രൗൾഡ് എന്ന് പറയുന്നതാണ് ഈ സെന്റൻസിലെ വെർബ് എന്ന് പറയുന്നത്. വേറൊരുത്തർ ലിപ് മൂവ്മെന്റ് ഒക്കെ ഇടുന്നുണ്ട്. ഓക്കെ, ക്രൗൾഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നമ്മുടെ എന്താണ് പറയാ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്യാരിക്ക് കൊണ്ടുപോയി പാസ്റ്റ് ടെൻസ് ഇട്ട ഇപ്പൊ ഈ സെന്റൻസിൽ 2 വെർബ് ആവില്ലേ അത്? എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരീഡ് എന്ന് പറഞ്ഞാൽ അവിടെ 2 വെർബ് വരും അല്ലെ. സെന്റൻസിൽ ഒറ്റ വെർബ് അല്ലേ വരാൻ പാടുള്ളൂ, 2 വെർബ് വരില്ലല്ലോ. അപ്പൊ ക്യാരിനെ നമ്മൾ ഒരിക്കലും ക്യാരീഡ് എന്ന് പറഞ്ഞ് വെർബാക്കി മാറ്റരുത് കേട്ടോ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കാം കേട്ടോ. പാസ്റ്റ് സെന്റൻസ് ഓൾറെഡി പാസ്റ്റിലായതുകൊണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ING ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ING ഫോം യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് ഇവിടെ വരിക? ലൈൻ ഓഫ് ട്രക്സ് ക്യാരി ആണോ? ക്യാരി സെൻട്രൽ ടോപ്പ്. സോ പാർട്സ് പാർട്ടിസിപ്പിൾ 2 വെർബ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കി വിട്ടത് കേട്ടോ. ലാസ്റ്റത്തെ സാധനം കൂടി ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരാൾ പറഞ്ഞ ജേഴ്സി വാല ജേഴ്സി ഇട്ട കുട്ടിയാരെ പേരെന്തായിരുന്നു? അശ്വിൻ. അശ്വിനെ അതും കൂടി പറഞ്ഞു തന്നിട്ട് സാറിന് പറഞ്ഞേടാ. ഗുഡ് ഈവനിങ് മാം. വെരി ഗുഡ് ഈവനിങ്. പറഞ്ഞോ മിടുക്കൻ. ഇവിടെ 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 മെജസ്റ്റിക്കലി. എടാ മിടുക്കനായിട്ടൊക്കെ എനിക്ക് ഗുഡ് ഈവനിങ് ഒക്കെ തന്നിട്ട് എവിടെ വന്നില്ലല്ലോ. എന്തായിരിക്കും തെറ്റി? മെജസ്റ്റിക്കലി. അതെനിക്ക് മനസ്സിലായി. അതെന്താ തെറ്റി? അതിനെന്തേലും തെറ്റുണ്ടോ? ടെൻസ് ആണോ തെറ്റ്? അതോ വേറെന്തെങ്കിലും ആണോ തെറ്റ്? ടെൻസ് എന്തായിരിക്കും ഇപ്പൊ വരിക? മെജസ്റ്റിക്കലിക്ക് ടെൻസ് ഇട്ട് എന്തിനും മെജസ്റ്റിക്കലി എന്നൊക്കെ പറഞ്ഞു വരും? ഇല്ല. അപ്പൊ ടെൻസിലല്ല കുഴപ്പം, വേറെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെ, ഒരാൾ എനിക്ക് എന്താടാ ബയ്യാണോ? ബയ്യല്ല, ബയ്യ അപ്പുറത്തുള്ള ആളെ. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, മെജസ്റ്റിക്കിലെ കുഴപ്പം. ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. അവന്റെ പേരെന്തായിരുന്നു സാറേ? അദ്വൈത്. ക്രൗൾഡ് ബൈ മെജസ്റ്റിക്കലി. മെജസ്റ്റിക്കലിക്ക് എന്താ ക്രൗൾഡ് ബൈ മെജസ്റ്റിക്കലി? അല്ലല്ല അതല്ല. മെജസ്റ്റിക്കലിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതൊന്ന് പറഞ്ഞേ, സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തേ. മെജസ്റ്റിക്കലി അല്ല, അതും അല്ല. സ്പെല്ലിംഗ് ആണ് മിസ്റ്റേക്ക്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞേ. MAGESTCALLY അതാണ് സ്പെല്ലിംഗ് അല്ലല്ല. ഒരാൾ എഴുതി നോക്കുന്നുണ്ട്. എഴുതി നോക്കുന്ന ആളുടെ പേര് എന്താ? എനിക്ക് എഴുതി കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് എഴുതി കാണിച്ചു തന്നു. കൃഷ്ണഹരി. ഗുഡ് ഈവനിങ് ടീച്ചർ. വെരി ഗുഡ് ഈവനിങ്. കയ്യിൽ എഴുതി തന്നെ ഒച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞേ. ജെ. എവിടെയാണ് ജെ വരേണ്ടത്? അപ്പൊ ജിയുടെ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. MAJESTCALLY ആണ്. മെജസ്റ്റിക്കലി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടാ. അപ്പൊ കോമൺ മിസ്റ്റേക്ക് ഒക്കെ അറിയാം, പക്ഷെ ഇവിടെ അപ്ലൈ ചെയ്യണം എന്ന് അറിഞ്ഞൂടെ? ഇത് പ്രാക്ടീസ് ചെയ്യാ. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ടെസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ മക്കൾക്ക് എന്ത് തരുള്ളൂ? എഡിറ്റിംഗ് തരും. പുറത്തൊന്നും ഒരു ക്വസ്റ്റ്യനും തരൂല കേട്ടാ. ടെസ്റ്റിന്റെ ഉള്ളിൽ ഓരോ പാസേജുകൾ നന്നായിട്ട് വായിക്കുക. അതിന്റെ ഉള്ളിൽ ഓരോന്നിനും എന്തൊക്കെയാണ് കുഴപ്പം, പാസ്റ്റ് ടെൻസിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇതൊക്കെ പാസ്റ്റ് വന്നിട്ടുള്ള സാധനങ്ങൾ, ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയുള്ള ക്ലാസ്. നമുക്ക് പക്ഷെ 5 മണി വരെയും ക്ലാസ് ഉണ്ടെന്ന് അറിയാലോ. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് സുനിൽ സാർ വരാൻ റെഡി ആയി നിൽക്കുകയാണ്. അതിന് മുൻപ് മിസ് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വെറും 5 മിനിറ്റ് ബ്രേക്ക് തരാം. അത്